കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ്ലിഹായുടെ വിവാഹത്തെക്കുറിച്ചുള്ള ദർശനം എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞു, കോറിന്തോസിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു. പ്രത്യേകിച്ച് ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ അവർക്കുണ്ടായിരുന്നില്ല, അധാർമിക ചിന്തകളായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ക്രിസ്തീയ ധാർമ്മിക ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ധാർമ്മിക ശാസ്ത്രം, ക്രിസ്ത്യൻ മൊറാലിറ്റി. അതായത് ധാർമ്മികതയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർക്ക് ധാർമ്മികത പറഞ്ഞു കൊടുക്കുകയാണ്. യഹൂദരായിരുന്നവരെ ഇവിടേക്ക് വന്നപ്പം അവർക്ക് യഹൂദ ധാർമ്മികതയെങ്കിലും അറിയാം. വിജാതീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫ്രീ സെക്സ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്ന, നമ്മൾ പറയുന്ന ക്രിസ്ത്യൻ മൊറാലിറ്റി, ക്രിസ്തീയ ധാർമ്മികത അവർക്കില്ല. അവരെ പഴി പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല, അവർക്ക് അങ്ങനെ ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടാതെ എങ്ങനെയാണ്? അവർ മോശമാണ് അതൊക്കെ നമുക്ക് പറയാം, പക്ഷെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു. പക്ഷെ പൗലോസ്ലീഹ പറഞ്ഞു ഇല്ല, അതൊന്നും പറ്റിയല്ല. ഇനി മുതൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ ഒരു ധാർമ്മികതയുണ്ട്, അതിനനുസരിച്ചാണ് നിങ്ങൾ പോകേണ്ടത്. അതാണ് വിവാഹത്തെ സംബന്ധിച്ച് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം, മ്യൂച്വൽ ഒബ്ലിഗേഷൻ. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന് ഒബ്ലിഗേഷൻ എന്നാണ്. രണ്ടുപേരും തമ്മിൽ കടമയുണ്ട്, രണ്ടു പേർക്കും തമ്മിൽ ഡ്യൂ ഉണ്ട്. നമ്മൾ പറയുന്നത് ഡ്യൂ, ഓരോരുത്തർക്കും അർഹമായത്, ഉചിതമായത് അത് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വീണ്ടും തുടർന്ന് വരുന്ന ഭാഗത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. കുടുംബജീവിതത്തിലൂടെ പറയുക, നിങ്ങൾക്ക് അല്പകാലത്തേക്കൊക്കെ മാറി നിൽക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടിയിട്ട്. വീണ്ടും അത് പറയുകയാണ്, ഇരുവരും തീരുമാനിക്കുന്ന കാലഘട്ടം, അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കുറച്ച് കാലത്തേക്ക് മാത്രം മാറി നിൽക്കാം. പിന്നെ പറയുക, അവകാശം നിഷേധിക്കാൻ പാടില്ല, ഒന്നു ചേരുകയും വേണം. അതാ കുടുംബജീവിതം എന്ന് പറയുന്നത് മാറി നിൽക്കേണ്ടതല്ല, ഒന്നിച്ചു ചേരേണ്ടതാണെന്നും ഒരുമിച്ച് പോകേണ്ടതാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. വീണ്ടും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസ്ലീഹ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിവാഹിതരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇല്ലേ, പൗലോസ്ലീഹ അവിവാഹിതനാണ് എന്ന് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞായിരുന്നു 1 കൊരിന്തോസിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ ഒരു വചനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പറഞ്ഞു ഇല്ലേ? ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? 1 കൊരിന്തോസിന്റെ 7-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞു എന്നെ പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പൗലോസ്ലീഹ ഇവരോട് പറയുകയാണ്, നിങ്ങൾ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത് കല്യാണം കഴിക്കുന്നതാണ്. അതാണ് നമുക്ക് 1 കൊരിന്തോസാണ് നമ്മുടെ വിഷയം. 1 കൊരിന്തോസിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പറയാം. എങ്ങനെ വായിക്കും നമ്മളവിടെ? അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു, എന്നെ പോലെ ആയിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ. വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പൗലോസ്ലീഹ വിവാഹം കഴിച്ചോളാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ പറയും അയ്യോ കഴിക്കണമെന്നില്ല എന്ന് പറയും. അതെന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനം ഉടനെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുങ്ങിയിരിക്കണം, മറ്റു കാര്യങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും ഒന്നും പോകണ്ട. കർത്താവിൻ്റെ ആഗമനം എപ്പോൾ വേണേലും വരാം, ഉടനെ വരൂ എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ പ്രതീക്ഷ. അപ്പം അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, എന്നിട്ട് പറയുക, നിങ്ങൾ കല്യാണവും കഴിക്കുന്നില്ല, ഈ പരിപാടിക്ക് പുറകെ വികാരം കൊണ്ട് ദഹിച്ചു പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ അത് വേണ്ട, അത് നമ്മുടെ സഭയെ പറ്റുകയില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് ദാമ്പത്യ ധർമ്മത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജീവിക്കണം. അതാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. വീണ്ടും ഡൈവോഴ്സിനെ കുറിച്ച് പൗലോസ്ലീഹ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു. കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഡൈവോഴ്സിനെ കുറിച്ചുകൂടെ പറയണമല്ലോ. വിവാഹമോചനത്തെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ, ഉണ്ട്. നമുക്ക് തുടർന്ന് വരുന്ന വചന ഭാഗം ഒന്ന് വായിക്കാം. 10-ാമത്തെ ഓക്കെ, താങ്ക് യു. ഇവിടെ
വിവാഹത്തിൻ്റെ ഡൈവോഴ്സിനെ കുറിച്ച് പറയുകയാണ്. പൗലോസ്ലീഹ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞത് അങ്ങനെ വേർപിരിയാനൊന്നും പറ്റുകയില്ല. അങ്ങനെ വേർപാട്, ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതി നമുക്കില്ല. അദ്ദേഹം പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത്. അതായത് കൂദാശാപരമായിട്ട് സാക്രമെന്റലായിട്ട് വാലിഡായിട്ടുള്ള കല്യാണം വേർപിരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റുകയില്ല. ഇനി ഒരു വിവാഹത്തെ പിരിച്ചുവിടുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം സാധുവായിട്ട് നടക്കാത്തപ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് കത്തോലിക്ക സഭയിൽ ഡൈവോഴ്സ് ഉണ്ടോ? അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കല്യാണം പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ എന്ന് പറയുമല്ലോ എന്ന്. അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഡൈവോഴ്സ് ഇല്ല. അത് വാലിഡായിട്ടാണോ നടന്നത്, ഇൻവാലിഡ് ആയിട്ടാണോ, അതാ നോക്കുന്നത്. വാലിഡായിട്ട് നടന്നിട്ടില്ലെങ്കിൽ വിവാഹം നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിരിച്ചുവിടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. എന്തോ ഇല്ല. സഭയിൽ നമുക്ക് കല്യാണം വാലിഡായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഡൈവോഴ്സ് ഇല്ല. അപ്പൊ എല്ലാവരും ചോദിക്കും, നമ്മുടെ സഭയിൽ നിന്ന് അവരെ ഇവരെയൊക്കെ പിരിച്ചുവിട്ടല്ലോ എന്ന്. ആ പിരിച്ചുവിടുന്നതിൻ്റെ പിന്നിൽ വേറെ ഒരു പ്രോസസ്സാണ് നമുക്കുള്ളത്. ഇത് സാധുവായിട്ടാണോ ഈ വിവാഹം നടന്നത്? അതായത് ഈ വിവാഹത്തിൻ്റെ വാലിഡിറ്റി നോക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ലപോലെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു, കഴിച്ചു, എല്ലാവരും ഒക്കെ പോയി. ഒരു വർഷം കഴിഞ്ഞപ്പം ഈ കല്യാണം കഴിച്ച പെണ്ണ് പറയുക, കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ തന്നെ പറഞ്ഞു എന്നെ തുടരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറുക്കൻ ഓർത്തു നോമ്പൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അവൾ പറഞ്ഞു നമുക്ക് ഒരു വർഷം കഴിഞ്ഞു മതി, എൻ്റെ ശരീരത്തിൽ തുടരുത് എന്നൊക്കെ പറഞ്ഞു. വർഷം 2 എല്ലാവരും ചോദിച്ചു, മോനോട് ചോദിച്ചു, മോനെ മോക്ക് വിശേഷമൊന്നും ആയില്ലെന്ന്. മോള് തൊട്ടിട്ട് അടുപ്പിച്ചിട്ട് വേണ്ടേ കൊച്ചുണ്ടാവാൻ. ഈ കൊച്ചൻ അമ്മയോട് പറഞ്ഞു, നടന്നൊരു സംഭവമാണ് കേട്ടോ, ഞാൻ തന്നെ കെട്ടിച്ചൊരു കല്യാണമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അങ്ങനെ സംഭവിച്ചു. മോൻ പറഞ്ഞു, ഈ കല്യാണം കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇന്നേ വരെ ആ ശരീരത്തിൽ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെ കൊച്ചുങ്ങളുണ്ടാവും? പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചവരുമൊക്കെ ആയിട്ട് അവസാനം ഈ കല്യാണം പിരിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കല്യാണം സാധുവായിട്ട് നടന്നില്ല എന്നുള്ളതാണ് കാര്യം. 2 വർഷം മുന്നേ പള്ളിയിൽ വെച്ച് ഈ കല്യാണം നടന്നു. ഇതിൻ്റെ വിസ്താരവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഒരു കാര്യം വ്യക്തമായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് ഈ പെൺകൊച്ചിന് സമ്മതമല്ലായിരുന്നു, 1. 2, ഈ പെൺകൊച്ച് കല്യാണം കഴിച്ചത് പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടാണ്. 3, ഈ പെൺകൊച്ച് കല്യാണമൊക്കെ വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ പിള്ളേരൊന്നും ഉണ്ടാകാനായിട്ട് എനിക്ക് പറ്റുകയില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് ഈ കല്യാണം കഴിച്ചത് അന്ന്. അപ്പോൾ ഇവള് സമ്മതം കൊടുത്തപ്പം എല്ലാവരും നിർബന്ധിച്ചതല്ലേ, അതുകൊണ്ട് സമ്മതിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത സമ്മതം പൂർണ്ണമായിട്ടുള്ള സമ്മതമല്ലാത്തത് കൊണ്ട് ഈ വിവാഹം അതിനാൽ തന്നെ അസാധുവാണ്. അതാണ് പ്രശ്നം. സമ്മതത്തിന് തന്നെ 2-3 രീതികളുണ്ട്. ഭാഗികമായിട്ടുള്ള സമ്മതമുണ്ട്, കപടതയോട് നിറഞ്ഞ സമ്മതമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭാഗികമായിട്ടുള്ള സമ്മതം അപ്പനും അമ്മയൊക്കെ പറഞ്ഞതല്ലേ, ഏതായാലും ഞാനങ്ങോട്ട് സമ്മതിച്ചേക്കാം, എനിക്ക് വലിയ മനസ്സൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമ്മതിച്ചത്? പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ സമ്മതം ഭാഗികമാണ്. 2, ഇവനെ വേണമെങ്കിൽ ഇപ്പം കെട്ടാം, ഇച്ചിരൂടെ കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അവൻ്റെ കൂടെ പോയേക്കാം, ആ ചിന്തയിലാണ്. സമ്മതം പൂർണ്ണമാണോ? അല്ല. ആ കല്യാണം വാലിഡാണോ? അല്ല. നമ്മൾ അന്നേരം പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ കല്യാണത്തിൻ്റെ വാലിഡിറ്റി ഇല്ല, അത് നടന്നിട്ടില്ല, സാധുവായിട്ട് നടന്നില്ല. കാരണം പൂർണ്ണ സമ്മതം ആവശ്യമാണ്. പിന്നെ അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. അത് കാനൻ ലോയിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അത് ബൈബിളിൽ പറയാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പോൾ വിവാഹം സാധുവാണ്. ഈ കല്യാണം പിരിച്ചുവിട്ടു എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, വിവാഹിതരായി കഴിഞ്ഞാൽ ദമ്പതികൾ തമ്മിലുള്ള സംയോഗം ഉണ്ടാകണം എന്നുള്ളത് വിവാഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമമാണ്. അപ്പം അതുകൊണ്ട് അതിനാൽ തന്നെ ആ വിവാഹം അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. അതൊക്കെ ചുമ്മാ തമാശല്ലേ. അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രോസസ്സ് ഉണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് കോടതിയുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് സഭാ കോടതിയിലെ ഈ പെൺകുട്ടിയെ വിളിക്കും, പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെ വിളിക്കും, ഇവർ കൊണ്ടുവരേണ്ട 3 സാക്ഷികളെ കൊണ്ടുവരണം.
ആ സാക്ഷികളോടെല്ലാം നമ്മൾ ചോദിക്കും, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് എഴുതി അതിന് വേണ്ടിയിട്ട് ഉള്ള കോടതി ഉണ്ട്. ഞാൻ ഈ കോടതിയിലെ നോട്ടറി ആയിരുന്നു. 6 മാസക്കാലം കോടതിയിൽ നോട്ടറി ആയിരുന്നു, വിവാഹ കോടതിയിൽ. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതല്ല എഴുതിയെടുക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. അങ്ങനെ ധാരാളം കേസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇവർ പറയുമ്പം സമ്മതമാണെന്നൊക്കെ പറയും, പിന്നെ ഇവർ പറയും സമ്മതമല്ലെന്ന്. ഞാൻ ഈ പെൺകൊച്ചിനോട് ചോദിച്ചു, മോളെ കൊച്ചി പിന്നെ അന്ന് എന്നെ ഓർത്തുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ അവരൊക്കെ ഡാഡി മമ്മിയൊക്കെ ഒരുപാട് നിർബന്ധിച്ചു. ഓർത്ത് നോക്കണം, വിദേശത്ത് ഒന്നാന്തരം ജോലിയുള്ള ഈ പെണ്ണാണെങ്കിൽ എംടെക് ബിരുദധാരിണിയാണ്, നല്ല ഒന്നാന്തരം ജോലി, വെൽ ടു ഡു ഫാമിലി. ചെറുക്കനും ഇതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം, നല്ല ഒന്നാന്തരം കുടുംബം. പക്ഷെ എന്ത് ചെയ്യാം, സമ്മതം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പം അതിനാൽ തന്നെ അത് ഇൻവാലിഡ് ആകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡൈവോഴ്സ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതായത് സാധുവായിട്ടുള്ള വിവാഹത്തെ നമുക്ക് പിരിക്കാൻ പറ്റത്തില്ല. വിവാഹം വാലിഡായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും വിവാഹത്തെ നള്ളിറ്റി എന്ന് പറയും, നള്ളിഫൈ. സാധുവാണോ അസാധുവാണോ എന്ന് പറയുകയുള്ളൂ നമ്മൾ, വാലിഡാണോ ഇൻവാലിഡാണോ. അതുകൊണ്ടാണ് സിവിൽ കോടതിയിൽ ഡൈവോഴ്സ് കിട്ടി, സഭാ കോടതിയിൽ നിന്ന് കിട്ടിയില്ലെന്ന് ചിലർ പറയുന്നതിന് കാരണം അതാ. നമുക്ക് സാധുവായിട്ട് നടന്ന കല്യാണത്തെ ചുമ്മാ പിരിക്കാനൊന്നും അവകാശമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമുക്കതിന് അനുവാദമില്ല. നമ്മൾ ആകെ നോക്കുന്നത് ഇതിൻ്റെ സാധുതയെക്കുറിച്ചാണ്, വാലിഡായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ. അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേറെ ചുമ്മാ ഒരു ഉദാഹരണം പറയാം. ചെറുക്കന് തീരെ കഴിവില്ല, ശേഷിയില്ലാത്ത ചെറുക്കന്, ഇമ്പോർട്ടൻ്റാന്ന് നമ്മൾ പറയും, കഴിവില്ലാത്ത ചെറുക്കൻ. മാതാപിതാക്കന്മാർ ഇതെല്ലാം ഒളിച്ചു വെച്ചിട്ട് കല്യാണം നടത്തി. കല്യാണം നടത്താൻ നേരത്ത് അവരോർത്തു ആ കല്യാണം കിട്ടിക്കാമെങ്കിൽ പിന്നെ അതൊക്കെ കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇവന് ഒറ്റ കഴിവുമില്ല ഈ ചെറുക്കന്. അതായത് ഫിസിക്കലി കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, സെക്ഷുവലി അവൻ ഇമ്പോർട്ടൻ്റാണ്. മാതാപിതാക്കന്മാർക്ക് ഇതറിയാം, ഇവനെ കൊണ്ട് ഇത് ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ളതിനെക്കുറിച്ചും അറിയാം. പക്ഷെ ഒളിച്ചു വെച്ചിട്ട് ഈ കല്യാണം നടത്തി. അവൻ കല്യാണത്തിൻ്റെ സമയത്ത് സമ്മതമാണോ? ആ, സമ്മതമാണ്. പാവം പെങ്കൊച്ച് അത് പൂർണ്ണ സമ്മതത്തോടുകൂടി നല്ല ഒരു ചെറുക്കൻ കൊച്ചൊക്കെ അല്ലെന്നൊക്കെ ഓർത്തുകൊണ്ട് കെട്ടി. കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഇമ്പോർട്ടൻ്റാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു പറ്റി. ഉടനെ പിന്നെ അതിൻ്റെ പ്രോസസ്സുകളിലേക്ക് പോകും, പിന്നീട് അന്വേഷണങ്ങൾ വരും. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇവൻ ഇങ്ങനെയാണ് എന്നും ഇവൻ പല ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ വഞ്ചന നടത്തിക്കൊണ്ട് ഈ കല്യാണം നടത്തിയത് കൊണ്ട് അതിനാൽ തന്നെ അത് ഇൻവാലിഡാണ്. അതിനെല്ലാം അതിൻ്റെ പ്രോസസ്സുകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒറ്റവാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഓർക്കുക, നമുക്ക് സഭയിലെ ഡൈവോഴ്സ് ഇല്ല. സിവിൽ കോടതിയിൽ കിട്ടുമായിരിക്കും, വേർപിരിക്കാൻ പറ്റും. നമുക്ക് ഡൈവോഴ്സ് ഇല്ല. പൗലോസ്ലീഹായും അത് തന്നെയാണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ പിണങ്ങിയാൽ ഇച്ചിരി നാളത്തേക്ക് മാറി നിൽക്കാം, അതിനിടെ പോയിട്ട് മാറി നിന്നിട്ട് വേറെ കല്യാണം കഴിക്കാനൊന്നും പോയേക്കരുത്. അതിനാൽ തന്നെ വീണ്ടും അസാധുവാകും, തിരിച്ച് വരണം. അതാ പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ലേ ഇവിടെ, അല്പകാലത്തേക്ക് വേണേൽ മാറി നിൽക്കാം, പക്ഷേ രമ്യതപ്പെടണം. അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഔവ 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 സഭാ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ ബന്ധം ഉണ്ട്, ഈ ബന്ധം ഈ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്നുള്ളതാണോ? അങ്ങനെയെങ്കിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി ആയിരിക്കില്ല ഇത് ചെയ്തിരിക്കുന്നത്, കപടഭാവത്തോടു കൂടിയാണ്. അപ്പം അതിൻ്റെതായി കല്യാണത്തിന് ശേഷം അത് കിട്ടാനായിട്ട് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗ്രൗണ്ടുകളുണ്ട്. പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഗുണഗണങ്ങൾ അത് വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല, അങ്ങനെയും പിരിഞ്ഞു പോയ അതിനും പ്രത്യേക ഗ്രൗണ്ടുകളുണ്ട്. ഈ അടുത്ത കാലത്തല്ല, മിനിഞ്ഞാന്ന് ഒരു രൂപതയിൽ ഒരു ദമ്പതികൾ കല്യാണം കഴിച്ച് 28 വർഷമായിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷമായി. മിനിഞ്ഞാന്ന് ഈ പുള്ളിക്കാരന് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെട്ടതായിട്ടുള്ള കത്ത് കിട്ടി. അത് ഒരുപാട് പ്രോസസ്സ് വർഷങ്ങളോളം നീണ്ടു നിന്നു സഭാ കോടതിയിൽ ഇതിന് പ്രശ്നങ്ങൾ. മക്കളുണ്ട്, മക്കൾ 3 പേര്. മൂന്നാമത്തെ ആളുടെ കല്യാണം ഈ ഡിസംബർ മാസത്തിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ വേർപിരിഞ്ഞിട്ട് ഏകദേശം 10-12ഓളം വർഷമായി. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളാണ്, കോടിക്കണക്കിന് രൂപ ആസ്തി. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു പലയിടത്തായിട്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലാന്റേഷൻസൊക്കെ
1500 2000-ഓളം ഏക്കർ സ്ഥലമുള്ള ആള്. ഭാര്യയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള 5-8 കോടി രൂപയുടെ സ്വത്തുണ്ട്. മക്കൾക്കാണെങ്കിൽ നല്ലതുപോലെ ജീവിക്കാൻ കഴിവുള്ള ഒരു കുടുംബം. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ടു അവരുടേത് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ സഭാ കോടതിയിൽ നിന്ന് കിട്ടി. സിവിൽ കോടതിയിൽ നിന്ന് അവർക്ക് നേരത്തെ കിട്ടിയായിരുന്നു, സഭാ കോടതിയിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതും അതിനോട് സമാനമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും അതിൻ്റേതായിട്ടുള്ള ചില ഗ്രൗണ്ടുകൾ വെച്ച് ഏകദേശം 1.5 വർഷത്തോളം അതിൻ്റെ പ്രോസസ്സ് നടക്കേണ്ടി വന്നു. എന്തായാലും അത് അനുവദിച്ച് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടു. അത് കണ്ടില്ല, കത്ത് വന്നതായിട്ടൊരു അച്ഛൻ എന്നെ വാട്സപ്പിൽ പറഞ്ഞതാണ്, അയാൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്താണ്. അപ്പം അങ്ങനെ അതിൻ്റേതായിട്ടുള്ള നോക്കും. അതായത് നമുക്ക് ചുമ്മാ പോയി ഇത് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ പ്രോസസ്സുകളും കാര്യങ്ങളും ബാക്കി മാനദണ്ഡങ്ങളും എല്ലാം നോക്കി നമ്മളെപ്പോഴും നോക്കുന്നത് ഈ ബന്ധത്തെ എങ്ങനെ ഊട്ടിയുറപ്പിക്കാൻ നോക്കുക. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടിയിട്ട് ഈ വക്കീലുമാർ, അച്ഛന്മാരായിരിക്കും നമ്മുടെ കോടതി വക്കീലുമാരുണ്ടല്ലോ, അവർ നോക്കും. ഒരാൾ വേർപിരിക്കാൻ നോക്കുമ്പോൾ മറ്റേ ആൾ ഇത് ഒരുമിപ്പിക്കാൻ നോക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ചിലത് തള്ളിപ്പോകും, അങ്ങനെ പോകും. അങ്ങനെ നോക്കി എങ്ങനെയാണ് ഇത് ഒരുമിപ്പിക്കാൻ പറ്റുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുന്നത് ഇത് അസാധുവായിട്ട് എങ്ങനെയെങ്കിലും ആയി തീർന്നിട്ടുണ്ടോ എന്ന് നോക്കിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർ കുറേ വർഷങ്ങൾ ഇതിൻ്റെ പുറകെയൊക്കെ നടന്നു വെച്ചിട്ട് പിണങ്ങി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് സഭാകോടതിയിൽ നിന്ന് ഒരിക്കലും ഒരു ഉത്തരവ് ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് നമുക്ക് ചുമ്മാ അങ്ങനെ പിരിച്ചു കളയാൻ പറ്റുമോ? അങ്ങനെയല്ല. അതിന് നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഗ്രാവിറ്റിയുള്ള പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ പോയി സ്കാൻഡലസ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവർ സാധാരണഗതിയിൽ അവർക്ക് പാസ്റ്ററലായിട്ട് അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും, മാരേജ് കൗൺസിലിംഗ് കൊടുക്കും. പ്രത്യേകമായിട്ട് അവരോട് നല്ല കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികളെ വിളിച്ച് അവരോട് സംസാരിപ്പിക്കും. അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. ആ കുർബാന കൊടുക്കുന്നത് തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഗ്രേവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ. നമുക്ക് ചുമ്മാ ഒരാൾക്ക് പെട്ടെന്ന് കുർബാന നിനക്കിനി മുതൽ തരികയില്ല, നീ അങ്ങോട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. പക്ഷെ അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഉണ്ട്. ഡിവോഴ്സ് നടത്താതെ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ, അത് വലിയ ഉതപ്പൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്തത് കൊണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്തവരെ ക്ഷമാപണം നടത്തി കത്ത് തരാറുണ്ട്. ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. കാരണം ഇത് പൂർണ്ണമായിട്ടും കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അവരെ ക്ഷമാപണം എഴുതി തരും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ ചെയ്തതിനെക്കുറിച്ച് അവർക്ക് പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കണം, പെർമിഷനോട് കൂടിയാണെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ എന്താണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നോക്കും, എന്ത് ഗ്രാവിറ്റിയൊക്കെ നോക്കും അതങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ നമ്മൾ അനുവദിക്കാറില്ല. എക്സ്ട്രീം എക്സെപ്ഷണൽ കേസസിൽ എന്തെങ്കിലും വന്നെങ്കിലേ അത് ചെയ്യാറുള്ളൂ. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു വിവാഹബന്ധം സാധുവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരു വിവാഹത്തിന് ചെയ്യാനായിട്ട് അനുവാദമില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ശരിക്കുമുള്ള രീതി. എന്തോ രോഗം കാരണം കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം വാലിഡായിട്ട് നടന്ന മാരേജ് ആണെങ്കിൽ നമ്മൾ പ്രതിജ്ഞ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. അല്ല, നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്ക് പറ്റുന്നത്ര കെയർ കൊടുക്കും. ഡിവോഴ്സ് നമുക്ക് സഭയിൽ പറ്റിയില്ല. സെക്കുലറായിട്ട് വേണമെങ്കിൽ പറ്റുമായിരിക്കും, സിവിലിൽ പറ്റും, നമുക്ക് പറ്റിയില്ല. സാറ് സിവിൽ കോടതിയിലെ അത് ഉദ്ദേശിച്ചതോ? നമുക്ക് ഇല്ല, നമുക്ക് അസാധുവാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് വാലിഡായിട്ട് നടന്നിട്ടുണ്ടോ. അവർക്ക് രണ്ടുപേർക്ക് ഏതെങ്കിലും ഇഷ്ടത്തിൻ്റെ പേരിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇഷ്ടത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. വാലിഡായിട്ട് നടന്ന മാരേജ് ഇറ്റ് ഈസ് വാലിഡ് ഫോർ എവർ.
അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്കതൊരു പ്രശ്നമേ അല്ല, നമ്മളത് നോക്കുകയില്ല. ഇവർ പറയും ഞങ്ങൾക്ക് സിവിൽ കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ, നമ്മൾ പറയും ഒറ്റ കുഴപ്പമില്ല, നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ നിന്ന് കിട്ടിക്കാണും. പക്ഷെ നമുക്ക് സഭാ കോടതിയിലെ സാധുവായിട്ട് നടന്ന ഒരു വിവാഹത്തെ പിരിക്കാനായിട്ട് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയില്ല. ആ ഔവ ഔവ ആ ആ കല്യാണം നമുക്ക് സിവിലിൽ അവർ അംഗീകരിക്കും, പക്ഷെ നമുക്ക് സഭാപരമായിട്ട് നോക്കുമ്പോൾ പറ്റുകയില്ല. കാരണം ഇവരങ്ങനെയുള്ളപ്പം അതിൻ്റെ പേരിൽ തന്നെ ഒരു ബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹം നടത്തിയതായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരികയും ചെയ്യും. നമ്മൾ രജിസ്റ്ററിൽ എഴുതിയൊക്കെ വെക്കും. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പോൾ അതിൽ കൂടുതൽ എന്നാ ചെയ്യാൻ പറ്റുന്നത്? അവരോട് നമ്മൾ പറയും മക്കളെ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയാം, അവരെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്കുള്ള പരിശ്രമം നടത്താമെന്നൊക്കെ ഉള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടിൽ ആ വിവാഹം വാലിഡ് അല്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡ് മാരേജ് ഒരെണ്ണം നടന്നിരിക്കില്ലേ ഓൾറെഡി. ഒരു വിവാഹബന്ധം സാധുവായിട്ട് നിലനിൽക്കെ തന്നെ അയാൾക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല. അത് നിയമത്തിൻ്റെ പ്രശ്നം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് സഭയിലെ ഡൈവോഴ്സ് ഇല്ല. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടം തോന്നുന്ന ഒരു വിഷയമായിരിക്കും, നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ ഏറെ പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഇത് രണ്ടുപേരെ നിങ്ങൾ കണ്ടാൽ ഒരു ഹിന്ദുവും അല്ലെങ്കിൽ ഒരു അക്രൈസ്തവനും ഒരു കത്തോലിക്കനും. ആ കത്തോലിക്കനാണ് എങ്ങനെയാണ് മനസ്സിലായത്? നെഞ്ചെ കുരിശു. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നെഞ്ചിലൊരു കുരിശ് വരച്ചു വെപ്പിച്ചത്, അപ്പോൾ ഉള്ളതല്ല, ഞാൻ സെറ്റാക്കി വെച്ചതാ. അടുത്ത പടം കാണിക്കുമ്പം അത്തലുണ്ടായിരുന്നു, അത്തലുണ്ട്, അത് പടം എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ വെക്കേണ്ടി വന്നില്ലെന്നാണ് പറഞ്ഞത്. മറ്റേതിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ഒരെണ്ണം സെറ്റാക്കി വെച്ചെന്നേ ഉള്ളൂ. ഇനി ഈ രണ്ട് പടങ്ങൾ ശ്രദ്ധിച്ചോ. ഈ രണ്ട് പടങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് ഇനി പറയുന്ന വചനം വായിക്കണം. നമുക്ക് വായിക്കാം. അതായത് പറയുന്ന വിവാഹം ഇതാണ്: ഒരു കത്തോലിക്ക യുവതിയും ഒരു അക്രൈസ്തവനും തമ്മിലുള്ള വിവാഹം, അല്ലെങ്കിൽ ഒരു കത്തോലിക്ക യുവാവും അക്രൈസ്തവ യുവതിയും തമ്മിലുള്ള വിവാഹം. വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പം പിള്ളേർക്കൊന്നും ഒരു നോട്ടവും ഇല്ലാതെ ഇഷ്ടംപോലെ നടക്കുന്നതാണ്. എങ്ങനെയാണ് ഈ വിവാഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്? ഇന്നത്തെ പ്രശ്നമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്നും ഈ വിവാഹത്തെക്കുറിച്ചുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? വായിക്കാം. 1 കൊറിന്തോസ് 7-ാമത്തെ അധ്യായം 12 തുടങ്ങിയുള്ള വചനങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വായിച്ചല്ലോ. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. കോറിന്തിൻ്റെ ഈ നഗരത്തിന് പുറത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ ചേച്ചിയുടെ പേരായിരുന്നു ശാന്തമ്മ. കോറിന്തിൻ്റെ ഇപ്പുറത്തെ കരയിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ ഇഷ്ടത്തിലാണ്. സെബാസ്റ്റ്യൻ്റെ നേരത്തെ പേര് ശശി എന്നായിരുന്നു. അവർ ക്രിസ്തു മതത്തിലോട്ട് പൗലോസ്ലീഹയുടെ പ്രസംഗമൊക്കെ കേട്ട് മാനസാന്തരപ്പെട്ട് സെബാസ്റ്റ്യൻ എന്നല്ല കേട്ടോ, വേറെ ഏതെങ്കിലും പേര് ആയിക്കോട്ടെ. അന്നത്തെ കാലത്ത് സെബാസ്റ്റ്യൻ എന്നില്ല, പിന്നീടാണ് വരുന്നത്. എന്നാലും ഒരു പേര് നമുക്ക് കൊടുക്കാം. പോളെന്ന് കൊടുത്തേക്കാം. പോളെന്ന് പേര് സ്വീകരിച്ചു. അപ്പോൾ ശാന്തമ്മ വിജാതീയ സ്ത്രീ തന്നെയാണ്. അങ്ങനെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ശശി പണ്ട് വിജാതീയനായിരുന്നു. പൗലോസ്ലീഹയുടെ പ്രസംഗമൊക്കെ കേട്ട് വീട്ടുകാരെല്ലാം കൂടെ മാമോദീസ സ്വീകരിച്ച അദ്ദേഹം പോളായി. ഇവർ രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളിപ്പം കത്തോലിക്കനും ഒരാൾ അക്രൈസ്തവ സ്ത്രീയുമാണ്.
ഇവർ തമ്മിലാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് സ്നേഹത്തിലുമായിരുന്നു. ശാന്തമ്മയുടെ വീട്ടുകാരാണെങ്കിൽ മാമോദിസ സ്വീകരിക്കാനോ ക്രിസ്തു മതത്തിലോട്ട് വരാനോ തയ്യാറുമല്ല. അവർ ശക്തമായ വിജാതീയ സമൂഹവുമാണ്. അവർ തമ്മിൽ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാവോ, അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു വീട്ടുകാരുണ്ട്. ആ വീട്ടിലെ പെങ്കൊച്ചിൻ്റെ പേര് എന്നാ കൊടുക്കണ്ടേ? സിസിലി ഇരിക്കട്ടെ. ആ കൊച്ചിൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറി വേറെ ഒരു വീടുണ്ട്. ആ വീട്ടിലെ പയ്യൻ്റെ പേര് രായപ്പൻ അല്ലെങ്കിൽ പ്രഭാകരൻ, എന്തെങ്കിലും ആട്ടെ. ഇവർ തമ്മിൽ പണ്ട് വലിയ സ്നേഹമായിരുന്നു. ഈ സിസിലി കൊച്ചിൻ്റെ പഴയ പേരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലാക്ഷി എന്നായിരുന്നു. അവരുടെ വീട്ടുകാരെല്ലാം കൂടെ മാമോദീസ മുങ്ങിക്കഴിഞ്ഞപ്പം എന്ത് പേര് കൊടുത്തു? സിസിലി എന്ന് പേര് കൊടുത്തു. അവർ രണ്ടുപേരും വലിയ ഇഷ്ടത്തില കല്യാണം കഴിക്കണം. ഇപ്പം ആകെ പ്രശ്നമായി. പോളിന് ശാന്തമ്മയോട് ഇഷ്ടം, ശാന്തമ്മയ്ക്ക് പോളിനോടും ഇഷ്ടം. ഈ സിസിലി കമലാക്ഷി സിസിലിക്ക് നമ്മുടെ ഈ പ്രഭാകരനോട് ഇഷ്ടം. കല്യാണം കഴിക്കാവോ ഇല്ലയോ, വലിയ പ്രശ്നമായിരുന്നു അന്നത്തെ കാലത്ത്. പൗലോസ്ലിഹായുടെ കാലത്ത് അനുവദിക്കാവോ ഇല്ലയോ. ഇന്നത്തെ കാലത്തും വലിയ പ്രശ്നമാണ്. നമ്മുടെ പല വീട്ടിലെയും പിള്ളേർ ഇങ്ങനെ പോയി ചെന്ന് ചാടിയിട്ട് ആകെ പ്രശ്നം പിടിച്ച് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്നാ ചെയ്യും? കല്യാണം നടത്താവോ ഇല്ലയോ? കല്യാണം നടത്തിയാൽ തന്നെ ഇത് കൂതാശാപരമായ വിവാഹമാണോ അല്ലയോ? ആകെ പ്രശ്നമാണ്. അതെ, അതൊക്കെ ശരിയാ, നടത്തിയിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാം, എന്നിട്ട് ഞാൻ പറയാം അവസാനം. ഉണ്ട്. ഓക്കെ, ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ ഉണ്ട്. ചില കണ്ടീഷൻസിൻ്റെ പുറത്ത് നടത്താം. പിന്നെ പറയില്ലേ, അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം പൗലോസ്ലിഹയുടെ കാഴ്ചപ്പാടും പറയാം, സഭയുടെ കാഴ്ചപ്പാടും ഞാൻ പറയാം. എന്തോ? പോളി ശാന്തമ്മ, സിസിലി പ്രഭാകരൻ. മാമോദിസ മുങ്ങുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് മാമോദിസ മുങ്ങുന്നില്ല, അവർ ശക്തമായി വിജാതിയില്ല. പ്രശ്നം അതാ. എന്തോ എല്ലാരും ഈ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കും, അതുകൊണ്ടാ. സാറേ, സാറത് നന്നായിട്ട് തന്നെ പറഞ്ഞു. അതിന് ഞാൻ വേറൊരു വാക്യത്തിൽ പറഞ്ഞോളാം. ഉത്തരവ് അത് തന്നെയാണ്. ഓക്കെ, ഓക്കെ. ഇനി ഒന്നുകൂടെ വായിക്കാവോ? സാറ് പറഞ്ഞ ഉത്തരം ശരി, അതിനെ ഞാനൊന്ന് വ്യാഖ്യാനിക്കാം. ഒന്നുകൂടെ വായിച്ചേ. ഇപ്പോൾ വായിച്ചത് നമ്മൾ പറഞ്ഞ ആൾക്കാരുടെ പേരുകൾ വെച്ച് വേണം വായിക്കാനായിട്ട്. പോളും ശാന്തമ്മയും. ഇതാണ് പോളും ശാന്തമ്മയും ചിത്രത്തില് കണ്ടല്ലോ. പോളും ശാന്തമ്മയും. ഇത് സിസിലിയും പ്രഭാകരനും. ഇനി ഒന്നുകൂടെ വായിച്ചു. ഏതെങ്കിലും ഇത് തന്നെ വായിച്ചു, ബൈബിളിലെ വായിച്ചു.
ഓക്കെ, മതി. കത്തോലിക്ക സഭയിലെ കൂദാശാപരമായി വിവാഹം നടക്കണം എന്നുണ്ട് എങ്കിൽ പങ്കാളികൾ രണ്ടുപേരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരിക്കണം. സാറ് പറഞ്ഞ സംഗതിയുടെ നിയമവശമായിട്ടാണ് ഞാനിത് പറയുന്നത്. സാറ് പറഞ്ഞ ഉത്തരം തന്നെ ശരിയാണ്. കത്തോലിക്ക സഭയിൽ വിവാഹം കൂദാശാപരമായി സാധുവാകണമെങ്കിൽ രണ്ടുപേരും മാമോദീസ സ്വീകരിച്ചവരായിരിക്കണം. അല്ലാത്ത പക്ഷം വിവാഹം നടത്താം, പക്ഷെ അത് കൂദാശാപരമല്ല. സാധുവായിട്ട് നടത്തി, കൂദാശാപരമല്ല. അതായത് വിവാഹം നടത്തിയോ, കൂദാശാപരമായിട്ട് വിവാഹം നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും പള്ളി നടത്തിയ പരിപാടി തന്നെ. കാരണം നമുക്ക് ധാരാളം എക്സാമ്പിൾ ഉണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. സ്ക്രീനിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കത്തോലിക്കനും മാമോദീസ സ്വീകരിക്കാത്ത ആളും തമ്മിലുള്ള വിവാഹം അസാധുവാണ്. അതായത് നമ്മുടെ കാഴ്ചപ്പാടിലാണ് കേട്ടോ, അസാധുവാണ്. സഭയുടെ കാഴ്ചപ്പാടില്ല. പുറത്ത് നടത്തുന്നത് നമുക്ക് പ്രശ്നമല്ലല്ലോ, സഭയുടെ കാഴ്ചപ്പാടിലാണ്. ഇത് സഭയിലെ പ്രശ്നമായിട്ട് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. വിവാഹ തടസ്സത്തിൽ നിന്നും വിടുതൽ വാങ്ങി വിവാഹം നടത്താം. അതാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഹിന്ദു ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയും കത്തോലിക്കനായിരിക്കുന്ന ഒരു ചെറുക്കനും തമ്മിലുള്ള കല്യാണം പള്ളിയിൽ വെച്ച് നടത്തുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം പേളിമാണിയൊക്കെ ഒരു ഉദാഹരണമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ചെറുക്കനും പെണ്ണും, ഇവരുടെ കല്യാണം കൂദാശാപരമായിട്ടല്ല എങ്കിലും ആശീർവദിച്ചത് ഞാനാണ്. അപ്പം പിന്നെ എനിക്ക് ധൈര്യമായിട്ടത് പറയാമല്ലോ. എനിക്ക് പരിചയമുള്ള ചെറുക്കനാണിത്. കോട്ടയത്തെ നല്ല പ്രമുഖ ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ. അത് പറയാം, എന്താണെന്നുള്ളത് പറയാം. ആശീർവാദമാണോ കൂദാശപരമായിട്ടുള്ളതാണോ എന്നുള്ളത് പറയാം. അതാണ് എക്സെപ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഈ പെൺകൊച്ച് ഒരു ഗോവൻ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി മാമോദിസ സ്വീകരിച്ചില്ല. അവളൊരു മതത്തിലും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവർ തമ്മിൽ വലിയ സ്നേഹവുമാണ്. കല്യാണം നടത്താവോ ഇല്ലയോ, അതാണ് പ്രശ്നം. ഇത് തന്നെയാണ് നമുക്ക് 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായത്. വേറൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും വിജാതീയരായിരുന്നു. അതിലൊരു കൂട്ടരെ മാമോദിസ സ്വീകരിച്ചു വന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പ്രശ്നം ഉടലെടുത്തത്. അവർ രണ്ടുപേരും വിജാതീയരായിരുന്നു. മാമോദിസ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് അവരുടെ രീതി അനുസരിച്ച് കല്യാണം കഴിക്കാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു വീട്ടുകാര് വിശ്വാസം സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി എന്നുള്ളതാണ് അന്നേരത്തെ പ്രശ്നം. അന്നേരവും പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ തമ്മിൽ എക്സെപ്ഷണൽ കേസാണ്. നമ്മളിത് അനുവദിക്കുന്നതല്ല കേട്ടോ, ഈ വിവാഹത്തെ നമ്മൾ അനുവദിക്കുന്നതല്ല. നമ്മൾ സാധാരണഗതിയിൽ ഇവരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു ഒരുക്കി ഒരേ വിശ്വാസത്തിൽ ചൈതന്യത്തിൽ വരികയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ പറയും. ഇനി ഒറ്റ തരത്തിൽ നിർവാഹമില്ല എങ്കിൽ
നമ്മൾ നിശ്ചിത മാനദണ്ഡങ്ങളുടെ, അതായത് അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് താമസിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. അതാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ നടത്തിയ വിവാഹത്തെക്കുറിച്ച് പറയാം. കോട്ടയത്ത് ലൂർദ് പള്ളിയിൽ വെച്ചാണ് ഞാനിത് നടത്തിയത്. ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു. ഈ വിവാഹം നടത്തണം, എന്നാ ചെയ്യാൻ പറ്റും? അവസാനം അതിനുള്ളൊരു പോംവഴി ഇതാണ്. ഈ ചെറുക്കൻ ഒരു കത്ത് തയ്യാറാക്കും. അവിടുത്തെ അതിരൂപത അധ്യക്ഷന് കത്ത് തയ്യാറാക്കും. അഭിമന്യ പിതാവേ, ഗോവയിലുള്ള ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകളും ഞാനും തമ്മിൽ ഏറെക്കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഇന്ന പോലെ എൻ്റെ ഈ പങ്കാളി ഈ വിശ്വാസത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി നടത്തി തരണമെന്ന് ആശീർവദിക്കണം, അതിനു വേണ്ടിയിട്ട് അനുഗ്രഹം തരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. പള്ളിയിൽ വെച്ച് നടത്താനാണ് എൻ്റെ താല്പര്യം. ഞാൻ എൻ്റെ കത്തോലിക്ക വിശ്വാസം 100% ഉറപ്പോടുകൂടെ കാത്തു സൂക്ഷിക്കും. ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തും. ആ കുഞ്ഞിന് മാമോദീസ കൊടുക്കും, വിശ്വാസ പരിശീലനം കൊടുക്കും. സാവകാശം ഞാൻ എൻ്റെ പങ്കാളിയെ ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരികയും കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്യും. അതിന് താഴെ ഈ പെൺകുട്ടി എഴുതണം, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ കൂട്ടായ്മയിലെ കത്തോലിക്ക വിശ്വാസത്തിലെ ഇന്ന ആള് ഡോൺ എഴുതിയിരിക്കുന്നത് ഞാൻ ബോധ്യത്തോടുകൂടെ എൻ്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെയാണ്. ഡോണിന് കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിൽക്കാനും ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസത്തിൽ വളർത്താനും എനിക്ക് പൂർണ്ണമായ സമ്മതമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയും കൂടെ എഴുതി കൊടുക്കുമ്പോൾ രൂപതയിൽ നിന്നും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ടും ഉള്ള അനുവാദം തരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പ്രാർത്ഥനകൾ നടത്താം, നിരാഘോഷമായിട്ട് ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്താം. അങ്ങനെ ഒരു അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം കൊടുത്തിട്ട് അല്ലാതെ ഇങ്ങനെ എഴുതി മേടിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലാതെ പോകുന്നവർ വേറെ ഉണ്ട് കേട്ടോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ എക്സെപ്ഷനാണെന്ന് ഓർത്ത് നോക്കണം. ഇത് ഒരിക്കലും നമ്മൾ അങ്ങനെ അനുവദിക്കുന്നതല്ല. ചുരുക്കം ചില കേസുകളിൽ ഇപ്പോൾ അത് കുറേ ആയിട്ടുണ്ട്. അങ്ങനെ ഈ വിവാഹത്തിൻ്റെ പ്രോസസ്സുകളൊക്കെ നടന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു, എന്തായാലും ചെയ്തു. ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് കുറേ പ്രാവശ്യമൊക്കെ ഈ പെൺകുട്ടിയോട് സംസാരിക്കാനൊക്കെ ഇട വന്നു. എന്തായാലും ഇവർക്ക് ഒരു കൊച്ചുണ്ടായി. 2 മാസങ്ങൾക്ക് മുൻപ് അവർ ആ കൊച്ചിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദീസ മുക്കി. അവൻ എല്ലാ ദിവസവും നാട്ടിൽ വരുമ്പോൾ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. കൊച്ചിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി. പെൺകുട്ടിക്ക് അതിന് തടസ്സമൊന്നുമില്ല. സാവകാശം ഞാൻ കരുതുന്നു സാവകാശം ഈ കൊച്ച് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ വേറൊരു ഉദാഹരണം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് പറയാം. ഞാൻ ഇതുപോലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുത്ത് ഈ വചനഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ ചാടി എഴുന്നേറ്റ് ക്ലാസ്സിൽ, അദ്ദേഹം ഒരു 50-40-50-50കളിലായിരിക്കും. ചാടി എഴുന്നേറ്റിട്ട് ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ ഞാൻ ശശിയായിരുന്നു, ഇപ്പം ഞാൻ സെബാസ്റ്റ്യനായി. ഞാൻ ശശിയായിരുന്നു, ഇപ്പം ഞാൻ സെബാസ്റ്റ്യനായി. അപ്പോൾ ആർക്കും അറിയത്തില്ല. ക്ലാസ്സിൽ വരുന്നത് മാർത്തോമാക്കാരുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബായി ഉണ്ട്, മലങ്കരയുണ്ട്, മലബാറുണ്ട്, എല്ലാ കോട്ടയത്തുള്ള പല ഡിനോമിനേഷനിൽ നിന്നുള്ളവരാണ് അവിടെ ബൈബിൾ പഠിക്കാൻ വരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ 6 തുടങ്ങി 8 വരെ ബൈബിൾ പഠിക്കാൻ വരുന്നവരാണ്. അന്ന് എൻ്റെ ക്ലാസ്സിലായിരുന്നു ഇത് പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ ചാടി എഴുന്നേറ്റ് പറയുകയാണ്, അച്ഛൻ ഞാൻ ശശിയായിരുന്നു, ഇപ്പോൾ സെബാസ്റ്റ്യനാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഇന്ന പോലെ എൻ്റെ മേരിയുമായിട്ട് വലിയ സ്നേഹത്തിലായിരുന്നു, കല്യാണമൊക്കെ കഴിച്ചു, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഈ മേരി എത്ര സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും സാധിക്കുന്ന പോലെ പള്ളിയിൽ പോകുന്നു, മക്കളെ ക്രിസ്ത്യ വിശ്വാസത്തിൽ വളർത്തുന്നു, വൈകുന്നേരം പ്രാർത്ഥനകൾ ചൊല്ലുന്നു, സന്തോഷത്തോടെ പോവുകയാണ്. അപ്പം ഞാനും ഓർത്തെൻ്റെ വെച്ചാൽ എനിക്കും എന്നെ ഇങ്ങനെ പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചാലും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എൻ്റെ മേരിയുടെ ജീവിതം എനിക്ക് വലിയ പ്രചോദനമായി. അതുകൊണ്ട് ഞാനും ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. മേരി എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ കുറച്ചുനാൾ എന്നെ മേരി ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിലെ അച്ഛനോട് പോയി പറഞ്ഞു. അച്ഛന് എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി, വീണ്ടും കുറച്ച് പരിശീലനങ്ങളൊക്കെ എനിക്ക് നൽകി. ഞാൻ മാമോദീസ മുങ്ങി സെബാസ്റ്റ്യൻ എന്ന പേര് സ്വീകരിച്ചു. ആ ചിത്രവും മനസ്സിൽ വെച്ചേക്കണം. നമുക്ക് അടുത്തൊരു വാക്ക് വരുമ്പം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഈ ഒരു പ്രത്യേക അനുവാദം മാത്രമാണ് ഇതിന് കൊടുക്കുന്നത്. തിരിച്ചറിയണം, ഈ വിവാഹം കൂദാശാപരം അല്ല. കാരണം എന്താണ്? മാമോദീസ സ്വീകരിച്ച 2 പേര് തമ്മിലല്ല. അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള
ഒരു പ്രാർത്ഥനാശംസകൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പള്ളിയിൽ വെച്ച് നമ്മൾ ഇവരോട് ചോദിക്കും, മക്കളെ സമ്മതമാണോ എന്ന് ചോദിക്കും. കാരണം ഒരാൾ നമ്മുടെ കൊച്ചാ, അവനോട് നമ്മൾ ചോദിക്കണം. കാരണം അവൻ നമ്മുടെ കൊച്ചായിട്ട് നിൽക്കുക. അവന് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മയിലായിരിക്കാനും വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും താല്പര്യമുണ്ട്. പക്ഷേ ഈ സ്നേഹബന്ധത്തിലായി പോയി എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള എക്സ്ട്രീം കേസുകളിൽ മാത്രമാണ് കേട്ടോ അത് അനുവദിക്കുന്നതും. ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവുമില്ല. അവരോടത് നേരത്തെ തന്നെ പറയും. അവർക്ക് അതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ഇതിൻ്റെ ലീഗലായിട്ടുള്ള ആളോട് സംസാരിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ഫാമിലി കൗൺസിലിങ്ങിൻ്റെ ആളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതിനെല്ലാം അതിൻ്റെ പ്രോസസ്സുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് നടത്തുന്ന കാര്യമില്ല. അതെല്ലാവരും ഓർത്തേക്കണം. അങ്ങനെ ആണ് നമ്മളിത് അനുവദിക്കുന്നത്, ഒരുമിച്ച് ജീവിക്കാൻ. നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, സാവകാശം വിശ്വാസിയായിരിക്കുന്ന ഇവൻ്റെ ജീവിതം കൊണ്ട് ഈ പെൺകൊച്ച് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരികയും അങ്ങനെ ഈശോ മിശിഹായിലുള്ള വലിയ സന്തോഷം അനുഭവിച്ച് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുകയും ചെയ്യുമെന്നുള്ള വലിയൊരു പ്രത്യാശ കൊണ്ടാണ് ഈ ഒരു അനുവാദം കൊടുക്കുന്നത്. ഇനി ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പം ഇവരുടെ കല്യാണം സാധുവായിട്ട് അല്ലെങ്കിൽ കൂതാശാപരമായിട്ട് നടന്നില്ലല്ലോ, അപ്പോൾ ഇവർ പിന്നീട് ഈ പെൺകൊച്ച് ഇങ്ങോട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയായിരിക്കും ഇവരുടെ വിവാഹം? അതിന് പ്രത്യേക ഒരു നിയമം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വിവാഹം പിന്നെ ഇപ്പം സാധുവല്ല, അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് ഈ കുഞ്ഞ് മാമോദീസ സ്വീകരിക്കുന്നുവോ, ആ മാമോദീസ സ്വീകരിക്കുന്ന ആ കൂദാശയാൽ തന്നെ ഈ വിവാഹം കൂദാശാപരമായി ആശീർവദിച്ചതായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ രജിസ്റ്ററിൽ, വിവാഹത്തിൻ്റെ രജിസ്റ്ററിൽ റിമാർക്ക് കോളമുണ്ട്. അവിടെ ഇത് എഴുതി വെക്കും, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതി വെക്കും. അപ്പം നമ്മൾ പിന്നീട് ഔദ്യോഗികമായിട്ട് വിവാഹത്തിൻ്റെ, ഇവർ കല്യാണം നടന്നതിനെക്കുറിച്ച് സിവിലായിട്ട് പിന്നീട് കൊടുക്കും. ഞങ്ങളുടെ ഇന്നപോലെ പള്ളിയിൽ വെച്ച് നടത്തി, അതാണ് അവരുടെ ഒഫീഷ്യൽ ഡേറ്റ്. സിവിലായിട്ട് നോക്കുമ്പോഴും അവരുടെ ഒഫീഷ്യൽ ഡേറ്റ് ഇത് തന്നെയാണ്. ഈ കൊച്ചു മാമോദീസ സ്വീകരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടെ കല്യാണത്തിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ആ കൂദാശ സ്വീകരണത്താൽ തന്നെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അങ്ങനെ ഒരു നിയമവശം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ഒരു കല്യാണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് ആ കൂദാശ സ്വീകരിക്കുന്നത് വഴി ഈ കൂദാശ അതിനാൽ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നുവെന്നാണ് അതിൻ്റെ ഒരു നിയമം. വേണ്ട, ഈ കൊച്ചു മാമോദീസ സ്വീകരിക്കില്ലേ, അതിൻ്റെ ചടങ്ങുകളുണ്ട്. അപ്പം അതിനാൽ തന്നെ ഇത് വാലിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി. സാറിന് ഒന്നുമില്ല. നമുക്ക് സാധാരണഗതിയിൽ അതിന് വേണ്ടിയിട്ട് അരമന പത്രം എന്നുള്ളൊരു പേപ്പർ ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അരമനയിൽ ചെന്ന് അതിൻ്റെ ഒരു ലെറ്റർ ഹെഡോട് കൂടിയ ഒരു അരമന പത്രം എന്ന പേപ്പറുണ്ട്, ഒരു ക്രീം കളറിൽ. അതിൻ്റെ മുകളിൽ റെഡ് സിമ്പിൾസോട് കൂടിയതാണ്. അരമന പത്രത്തിലാണ് നമ്മളതിൽ എഴുതി സമർപ്പിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങളുണ്ട്. നമ്മൾ സാധുവായിട്ട് അംഗീകരിക്കുന്ന, മാമോദീസ കൂദാശാപരമായിട്ട് അംഗീകരിക്കുന്ന ഡിനോമിനേഷനിൽ നിന്നുള്ള വിവാഹങ്ങൾ നമ്മൾ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ മാമോദീസ കൂദാശാപരമായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ യാക്കോബായക്കാരുമായിട്ടാണെങ്കിൽ നമുക്കൊരു ടൈപ്പ് ഉണ്ട് വിവാഹം ആശീർവദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അവരുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് അനുവദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ വീണ്ടും അതിൻ്റെ രണ്ടാമത് കല്യാണം കഴിക്കേണ്ടതായിട്ട് അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനാൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചുരുക്കം ചിലർ പിന്നീട് നമുക്കൊരു സെലിബ്രേഷൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്താറുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നടത്താം. കല്യാണം ഓൾറെഡി മറ്റതിനാൽ തന്നെ വാലിഡേറ്റ് ചെയ്യപ്പെടും. പിള്ളേരൊക്കെ ചിലപ്പോൾ പറയും, അമ്മേ നമുക്കെന്നാൽ പിന്നെ അങ്ങനെ നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെലിബ്രേഷൻ പോലെയൊക്കെ ചിലർ വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്രിസ്തീയ കൂട്ടായ്മയിൽ മുസ്ലിംസിൻ്റെ ഇടയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിരുന്നു, അവരുടെ മക്കൾക്ക് സ്വത്ത് കിട്ടത്തക്ക രീതിയിൽ അതിന് വേണ്ടിയിട്ട് അവർ വിവാഹം വീണ്ടും ഒരിക്കൽ കൂടെ രജിസ്റ്റർ ചെയ്തു എന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട്, എനിക്കറിയില്ലത്. എന്തായാലും നമുക്ക് ഈ നിയമത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ഓർത്തേക്കുക, ഇത് വളരെ എക്സെപ്ഷണൽ കേസിലാണ് അനുവദിക്കുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ മുന്നേ തന്നെ സ്നേഹത്തിലായിരുന്നു. നമ്മുടെ ഈ പോളും ശാന്തമ്മയും സ്നേഹത്തിലായിരുന്നു. എന്നാ ചെയ്യാനാ, പോളായി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
അന്നത്തെ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ പൗലോസ്ലീഹ പറയുകയാണ്, വിവാഹം കൂദാശാപരമായിട്ട് സാധുവാകണമെങ്കിൽ രണ്ടുപേരും മാമോദീസ സ്വീകരിച്ചവരാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം. കണ്ടീഷൻ താഴെ പറയുന്നുണ്ട്, ഒരാളുടെ വിശ്വാസം വഴി മറ്റേ പങ്കാളി വിശ്വാസിയാകും എന്നുള്ളത്. തൊട്ടടുത്ത് വരുന്ന വചനത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്ന്. അതായത് ഈശോയെ അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയേനെന്ന്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊടുക്കുന്ന ഒരു പ്രത്യേക അനുവാദമാണ് അവിടുത്തെ കൂട്ടായ്മയിൽ. കർത്താവിൻ്റെ ആയിരുന്നെങ്കിൽ ഇത് കൂദാശപരമായിട്ടാണ് പറഞ്ഞേനെ. അതുകൊണ്ട് പൗലോസ്ലീഹ കൊടുക്കുന്ന ഒരു പ്രത്യേക, അതാണ് ഞാൻ പറഞ്ഞില്ലേ, എക്സെപ്ഷണൽ കേസാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്. വേറെ ചിലയിടത്ത് ഔദ്യോഗികമായിട്ട് പറയേണ്ടിടത്ത് പറയും, ഞാനല്ല കർത്താവ് തന്നെ പറയുന്നുവെന്ന്. ഇല്ല. അപ്പോൾ അവരെ നമ്മൾ സാധാരണഗതിയിൽ ഒരുക്കും. ഞാൻ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഒരു വർഷക്കാലം രൂപതയുടെ വൈസ് ചാൻസലറായിരുന്നു, പാലായിലെ ബിഷപ്സ് ഹൗസിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പയ്യൻ, പാലാ രൂപതയിലെ ഒരു പയ്യനാണ്, അവന് KSRTCയിൽ കണ്ടക്ടറായിരുന്നു. കണ്ടക്ടറൊക്കെ ആകുമ്പോൾ അറിയാലോ, ഒരുപാട് പിള്ളേർ വരും പോകും. അവൻ ഹൈ റേഞ്ച് ഭാഗത്തോട്ടായിരുന്നു വണ്ടിയിൽ, KSRTCയിൽ. പോയ വഴിയിൽ ഒരു പെൺകുട്ടിക്ക് ടിക്കറ്റ് കൊടുത്ത് അങ്ങ് ഇഷ്ടപ്പെട്ട് ഹൃദയത്തിലാക്കി. പിന്നെ ജീവിതത്തിൽ ടിക്കറ്റ് കൊടുക്കാമോ എന്ന് അവൾ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചേട്ടൻ്റെ കൂടത്തിൽ യാത്ര ചെയ്തോട്ടെ. അപ്പോൾ എന്തായാലും ഈ കല്യാണം നടത്തണം എന്ന് അവർക്ക് വലിയ ആഗ്രഹമൊക്കെ ആയി. ഈ ചെറുക്കൻ്റെ വീട്ടുകാർ, അവൻ്റെ അപ്പൻ മരണപ്പെട്ടു പോയത്, അമ്മയേ ഉള്ളൂ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കാഷ്വലായിട്ട് അവരെ കാണാനായിട്ട് ഇടയായപ്പം ഈ പയ്യന് ഇങ്ങനെ ചോദിച്ചാ എന്നാ ചെയ്യാൻ പറ്റുന്നേ. അപ്പോൾ ഈ പെൺകൊച്ചാണെങ്കിൽ ഒരു വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു പാവം കൊച്ച്. അപ്പോൾ ഇവർ ഒരു ദിവസം പാലായിൽ അരമനയിൽ കാണാൻ വന്നു. അപ്പോൾ ഈ കൊച്ചൻ എന്നെ കാണാൻ വന്നു. ഈ പെൺകൊച്ചിനെ അവിടെ മാവിൻ്റെ ചോട്ടിൽ നിർത്തിയിച്ചിട്ട് ഇവൻ കയറി വരുന്നു. ഞാൻ ചോദിച്ചു എന്തുവാ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെടാ കൊച്ചെ, ആ കൊച്ചിനെ ഞാൻ മരത്തിൻ്റെ ചോട്ടിൽ നിർത്താതെ ഇവിടെ കൊണ്ട് നീ ബെഞ്ചേലോ വല്ലോ ഇരുത്ത്, നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുമല്ലേ. എന്തായാലും ഇവരോട് സംസാരിച്ച ശേഷം ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ നമുക്ക് ഈ കല്യാണം ഇങ്ങനെ പള്ളിയിൽ വെച്ചൊക്കെ നടത്തണം. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് ഇങ്ങനെയാണ് ഈ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താനായിട്ട്, ഈ പയ്യനെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണം. അപ്പോൾ ഈ പെൺകൊച്ചു പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു വിശ്വാസ രീതിയിലൊക്കെ ആയിരുന്നു വളർന്നത്, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, എന്നാൽ ഞാൻ പഠിച്ചത് സിസ്റ്റേഴ്സ് പഠിപ്പിച്ച സ്കൂളിലാണ്, അപ്പോൾ അവരെ എനിക്കറിയാം. അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ മാസത്തിലൊന്ന് കുർബാനയൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ പോയി നിൽക്കുമായിരുന്നു, കൂടുമായിരുന്നു, എനിക്കിഷ്ടമാണ് അച്ഛാ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പിന്നീട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഈ പയ്യൻ നല്ല പയ്യനുമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നീട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് ഈ കൊച്ചിനെ വിടാം. ഈ വീട്ടുകാർ എല്ലാ ദിവസവും ഈ പെൺകൊച്ചിനെ ഇടവകയിലുള്ള കോൺവെൻറ്റിൽ കൊണ്ടുപോയി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇരുത്തി, സിസ്റ്റേഴ്സ് ഏകദേശം 1.5 മണിക്കൂർ നേരം ഈ കൊച്ചിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത്, നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത്, പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ച്, എല്ലാ നമസ്കാരങ്ങളും ഈ കൊച്ചു പഠിച്ചു. അതിനുശേഷം കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പുറകിൽ നിന്ന് ഈ കൊച്ച് അത് കൂടി കുറേ ദിവസങ്ങളൊക്കെ അത് കണ്ടു എങ്ങനെയാണെന്ന്. അങ്ങനെ 1-2 മാസത്തെ പരിശീലനത്തിന് ശേഷം ഈ കൊച്ച് ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ച്, അങ്ങനെ അതിനുശേഷം അവിടെ വികാരിച്ചിൻ്റെ അടുത്ത് ചെന്ന് മാമോദീസ ഒക്കെ സ്വീകരിച്ചു. ആ കല്യാണം പിന്നീട് നടത്തി. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ അവരുടെ പിന്നീട് അവരെ നിർബന്ധം കൊണ്ട് ഞാൻ പിന്നീട് അവരുടെ കല്യാണത്തിന് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ മാമോദീസയ്ക്ക് ഞാൻ പിന്നീട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പോകേണ്ടതില്ല, ഞാൻ എൻ്റെ അരമനയിൽ ഇരുന്നുള്ള ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കും, എങ്ങനെ ചെയ്യണം, എങ്ങനെ പോകണം. ഇത് സിസ്റ്റേഴ്സ് നല്ലതുപോലെ പരിശീലനം കൊടുത്തു ആ കൊച്ചിനെ. ഞാൻ പിന്നീട് ഒരിക്കലും ഒരു തിരുനാളിന് അവരുടെ ഇടവകയിൽ പോയപ്പോൾ അവർ ഓടി വന്നു ഈ കൊച്ചിനെയൊക്കെ കൊണ്ട്. അപ്പം അങ്ങനെയുള്ള ധാരാളം കേസുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ മാമോദീസ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മാനദണ്ഡം. എങ്കിലേ നമുക്ക് കൂദാശപരമായിട്ടും പള്ളിയിൽ വെച്ചും നടത്താനായിട്ട് പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ഇവർക്ക് ജീവിക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കും. നമ്മൾ പ്രത്യേകം പറയും നിരാഘോഷമാണ്, കാരണം സ്കാൻഡൽ വലുതായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നിരാഘോഷമായിട്ട് നടത്തണമെന്ന് പറയുന്നതിന് കാരണവും. ഔവ 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 നമ്മുടെ എന്തിനനുവദിച്ച് അതിനുണ്ട്, അത് ഞാൻ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ തിരുപ്പട്ടം സ്വീകരിച്ച അച്ഛന് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അച്ഛനിപ്പം
ഈ പട്ടം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മാറിയിട്ട് നാളെ പോയി കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദമില്ല. അതിന് വേണ്ടിയിട്ട് ഈ അച്ഛൻ പ്രത്യേക പ്രോസസ്സുണ്ട്, ഡിസ്പെൻസേഷൻ ഉണ്ട്. അത് മാർപ്പാപ്പായ്ക്ക് മാത്രം നൽകാൻ പറ്റുന്ന അനുവാദമാണ്. അങ്ങനെ ഒരു കേസ് വന്നാൽ, ഇപ്പം ചേട്ടൻ പറഞ്ഞ ആ ഉദാഹരണം ദൂരേക്കെങ്ങും പോകേണ്ട, പാലാരൂപതയിൽ നടന്ന സംഭവമാണ്. ഈ സംഭവം എനിക്കറിയാവുന്നത്, സംഭവം പാലാരൂപതയിൽ നടന്നത് 2001 എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ രൂപതയിൽ തന്നെയുള്ള ജോൺ എർണിയാകുളം എന്ന് പറഞ്ഞ ഒരച്ഛൻ, അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു മലയാളം പ്രൊഫസറെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പോയി ഇതുപോലെ യാക്കോബായ സഭയിൽ അവിടെ ചേർന്നു. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ബാക്കി നടന്നതിനെക്കുറിച്ച്. എന്തായാലും അദ്ദേഹം അങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ചു. നമുക്ക് സഭയിൽ ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വൈദികരായിരിക്കുന്ന ഒരാൾക്ക് പോകണമെന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നടത്താൻ പറ്റുന്നതുമല്ല. അങ്ങനെ ഈ ഒരു ജീവിതം ഉപേക്ഷിക്കുകയാണ് എന്നും ഇതിനാൽ തന്നെ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് മാർപ്പാപ്പായ്ക്ക് കത്ത് അത് രൂപത വഴി കൃത്യമായിട്ട് കൊടുത്ത് അതിൻ്റെ പ്രോസസ്സുകൾ കഴിഞ്ഞ് ഈ അച്ഛനെ ഈ വൈദിക പദവിയിൽ നിന്നും ഉള്ള ശുശ്രൂഷകളിൽ നിന്നെല്ലാം വിലക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തെ ഈ വൈദിക സ്ഥാനത്തു നിന്നും ലൈക്കലൈസേഷൻ എന്ന് പറയാം പ്രോസസ്സിന്, അതായത് അദ്ദേഹത്തെ ഒരു സാധാരണ, ഈ പട്ടം അദ്ദേഹത്തിനുണ്ട്, കാരണം പട്ടം എന്ന് നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ചൈതന്യം അവിടെ ഉണ്ട്. എങ്കിലും ഈ ശുശ്രൂഷകളിൽ നിന്നുള്ള എല്ലാ വിലക്കുകളും കൊടുത്ത് അദ്ദേഹത്തെ ഈ പ്രോസസ്സിന് അപ്പുറത്താക്കി നിർത്തിയിട്ട് അദ്ദേഹത്തിന് വിവാഹത്തിനുള്ള അനുവാദം കൊടുക്കും. അങ്ങനെ അതിൻ്റെ പ്രോസസ്സ്. അതുകൊണ്ട് ഇപ്പം അച്ഛനായിരിക്കുന്ന ഒരാൾക്ക് നേരെ പോയി കല്യാണം കഴിച്ചാൽ ദാറ്റ് ഈസ് നോട്ട് എ വാലിഡ് മാരേജ്, ഇല്ലിസിറ്റ് മാരേജ് ആകും. അത് നിയമം തെറ്റിച്ചുകൊണ്ടുള്ള മാരേജ് ആകും. അത് വളരെ എളുപ്പം അവിടെ, കാരണം അച്ഛനായിട്ട് തുടരുകയും ചെയ്യാം, യാക്കോബായ സഭയിൽ അച്ഛനായിട്ട് തുടരുകയും ചെയ്യാം, വിവാഹിതനാകുകയും ചെയ്യാം. അത് അങ്ങനെയുള്ള ഇതുണ്ടാവും. ഇപ്പം പറഞ്ഞ കേസ് ഇതാണ്. എന്നാൽ കല്യാണം കഴിച്ചവർക്ക് പട്ടം വാങ്ങാം. യാക്കോബ സഭയിൽ ഇത് അനുവദനീയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയത്. അച്ഛനാകുകയും ചെയ്യാം, കല്യാണം കഴിക്കുകയും ചെയ്യാം. എന്തോ അന്ത്യകൂദാശ കൊടുത്താൽ വാലിഡ് ആണോ എന്ന് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഇല്ലിസിറ്റ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾ കൊടുത്താൽ നമ്മൾ കൂദാശയെക്കുറിച്ച് പറയുമ്പോൾ പറയും, അദ്ദേഹം കൂദാശ കൊടുക്കാൻ പ്രാർത്ഥിക്കാം. രോഗിലേപനം കൊടുക്കുക എന്നുള്ളത് തൈലാഭിഷേകമാണോ അല്ലയോ എന്നുള്ളതൊക്കെയാണ്. ചിലപ്പോൾ ഒരാൾ ഓടിപ്പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്, അങ്ങനെ പ്രാർത്ഥനയൊക്കെ നമുക്ക് അനുവദിക്കാം തീർച്ചയായിട്ടും. അത് ആരാണേലും, അത് അച്ഛനാവണമെന്നില്ല, സാധാരണ ഒരാൾ പോയിട്ട് പ്രാർത്ഥിച്ചാലും. ഇപ്പോൾ സാധാരണ വലിയൊരു അപകടത്തിൽപ്പെടുന്ന സാഹചര്യം, എല്ലാവരും വള്ളത്തിലുള്ള എല്ലാവരും മരിക്കും, ആ കൊച്ചിനെ മാമോദീസ മുക്കിയിട്ടുമില്ല. ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ തോണിയിൽ നിന്ന് ഇച്ചിരി കയ്യിൽ വെള്ളം എടുത്തിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കൊച്ചിന് ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മാമോദീസ വാലിഡ് അതിൽ തന്നെ. അതുപോലെ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് പോയി. ഇത് കാനലോയുടെ വിഷയമാണ്. ഞാൻ ഈ കാനലോയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതെ, ഡൈവോഴ്സിൽ നിന്ന് നമ്മൾ കയറിപ്പോയത് ഒരു പോക്കങ്ങ് പോയി. എന്നാലും ഇത്രയും വിവരങ്ങൾ കിട്ടിയല്ലോ, അത് മതി, സന്തോഷം. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് അത് മാറ്റിയൊക്കെ കൊണ്ടുവരണം. അതൊക്കെ നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. സാധിക്കുന്ന അത്രയൊക്കെ ഇവരെ നമ്മൾ സ്നേഹത്തോടും കരുതലോടും ഒക്കെ പറഞ്ഞ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെ അനുവാദം കൊടുക്കുന്നതിനൊരു കാരണം, എക്സെപ്ഷണൽ കേസിൽ ഇവരല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരികയില്ല, പ്രാർത്ഥിക്കുകയില്ല. ഈ കൊച്ചനാണെങ്കിൽ വരാൻ താല്പര്യമാണ്, ഇതിപ്പോൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യും, പിന്നെ അവരുടെ വഴിയായി പോകും. നമ്മുടെ ഒരു ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതെ മറ്റൊരാളുടെയും കൂടെ ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനും ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് സാധിക്കുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ എക്സെപ്ഷനായിട്ട് അനുവാദം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചെറുക്കൻ്റെ നമ്മൾ ഇത് കൂട്ട് പള്ളിയിൽ അതിൻ്റെ വിളിച്ചുകളിലൊക്കെ നമ്മൾ ഒഴിവാക്കും. അതിൻ്റെ പ്രോസസ്സുകൾ, അതിന് വേറെ പ്രോസസ്സുണ്ട് ഒഴിവാക്കലിന്. പിന്നെ തീർച്ചയായിട്ടും കൊച്ചു കത്തോലിക്കയാണല്ലോ. ഒരു കുഴപ്പമില്ല.
കൊച്ചു കൃത്യമായിട്ട് കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്ന ആളാണല്ലോ. കൊച്ചിന് അതുകൊണ്ട് യാതൊരു വിധ മുടക്കോ ഒന്നിലുമില്ല. എന്തോ മാമോദിസ ചോദിച്ചു, അറിയാവുന്നതാണേ പറയാം. ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നമുക്ക് പള്ളിയിൽ അടക്കം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ക്രിസ്ത്യാനിയല്ല. നമ്മുടെ മാമോദിസ സ്വീകരിക്കുകയാണെങ്കിൽ അവസാന നിമിഷമെങ്കിലും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അനുവദിക്കാം. അതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ കേട്ടോ. സാധാരണഗതിയിൽ ആരും ഈ എക്സെപ്ഷൻ അങ്ങനെ പറയാറില്ല. ഞാൻ വിവാഹോരുക സെമിനാറിന് പോകുമ്പോൾ പേരൻസിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രമൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. വിവാഹോരുക സെമിനാറിന് പേരൻസിനെ വിളിക്കുമല്ലോ. മക്കൾ കോഴ്സിന് പോകുമ്പോൾ അവസാന ദിവസം പേരൻസിനെ വിളിക്കും. ഞാൻ പാലായിൽ ക്ലാസ് എടുക്കാൻ പോകും ഇടയ്ക്ക് പേരൻസിന്. അന്നേരം ഞാൻ അവരോട് ഇത് പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനത്തെ സാഹചര്യമുണ്ട്, പക്ഷേ എൻ്റെ മാതാപിതാക്കളെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയേക്കരുത്, ഇപ്പോഴത്തെ കൊച്ചിന് സംഭവിച്ചാലും ഇളയതുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായേക്കല്ലേ, അവരോട് പറഞ്ഞേക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പം അത് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. കൂദാശാപരമായിട്ടല്ല, അത് നമ്മൾ തിരിച്ചറിയുകയും വേണം. അപ്പം അങ്ങനെ എന്നാലും നമ്മൾ എക്സെപ്ഷനായിട്ട് അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കാത്തതും പറയാത്തതും. ഇതിനെ ഇംഗ്ലീഷിൽ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്നാണ് പറയുന്നത്. മതവ്യത്യാസം, ഞാനത് സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്, മതവ്യത്യാസമുള്ള വിവാഹം. ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്, രണ്ട് കൾട്ടാണ്, ഒരു ക്രിസ്ത്യൻ കൾട്ടും ഒരു ഹിന്ദു കൾട്ടും. അതാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. അത് തമ്മിൽ ചേർന്ന് പോകാത്ത വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതിന് പറയുന്ന പേര്. നമുക്ക് അരമണിക്കൂറോടെ ഉണ്ട്. 8:30 പറഞ്ഞിരിക്കുന്നത് അത്താഴം. ആണോ? 8:30 എന്നോട് പറഞ്ഞു. 8:30 വരെ എടുക്കാമെന്നാണ് പറഞ്ഞേ. പോകാമല്ലോ. ആ, മടുത്തെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റൊക്കെ നിൽക്കാം കേട്ടോ, അതിനൊന്നും തടസ്സമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് നടക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നടക്കാം. യാക്കോബായ സഭയിലെ അയ്യോ, പൗലോസ്ലീഹ ഒന്നും പറഞ്ഞിട്ടില്ല. യാക്കോബായ സഭയൊക്കെ പിന്നീടാണ് വന്നത്, അതുകൊണ്ട് പൗലോസ്ലീഹയ്ക്ക് അന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. യാക്കോബായ സഭയിലെ ഇവർക്ക് കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനായ ശേഷം ഇവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ച ശേഷമേ അച്ഛനാവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് വടവാതൂരുണ്ട്. ഞാൻ അവിടെ ചെന്ന വർഷമാണ്. അവർ ഷമാശന്മാരാണ്. അപ്പോൾ ഷമാശൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു വെച്ചാൽ, അടുത്ത വർഷം എൻ്റെ പട്ടമുണ്ട്, പക്ഷേ ഈ വർഷം അച്ഛൻ എൻ്റെ കല്യാണത്തിന് വരണം. ഞങ്ങൾ എല്ലാവരോടും വണ്ടി പിടിച്ച് കല്യാണത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പട്ടം നടക്കുന്നത്. പട്ടത്തിന് കൊച്ചമ്മ ഉണ്ടായിരുന്നു. കൊച്ചമ്മ അവിടെ ഒരു കസേരയിൽ, ഇത് അവരുടെ കൂട്ടുകാരൻ്റെയാണ്, എനിക്ക് പരിചയമുള്ള. അവിടെ നമുക്ക് ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കുന്നുണ്ട്, കൊച്ചമ്മയുള്ള അച്ഛന്മാർ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. കൊച്ചമ്മ ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലിയിലായിരിക്കും. അപ്പം അച്ഛന്മാർ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കും ക്ലാസ്സിൽ വരുമ്പം, കൊച്ചമ്മയ്ക്ക് എന്നാണ്ട് വിശേഷ സുഖമൊക്കെ ആണോന്ന് ചോദിക്കും. പിന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട് വിവാഹിതരുടെയും മെച്ചങ്ങളും അവിവാഹിതരുടെ മെച്ചങ്ങളെക്കുറിച്ചും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ഇതെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കല്യാണം കഴിച്ച കൊച്ചുങ്ങളുള്ള അച്ഛന്മാരും ഉണ്ട്, അല്ലാതെ ഓർത്തഡോക്സിലും സെലിബ്രേറ്റ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ട്, നമ്മുടെ അച്ഛന്മാരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ടല്ലോ. അപ്പം അതിൻ്റെ അകത്ത് പറയും വിവാഹിതരുടെ മെച്ചങ്ങളും അവിവാഹിതരുടെ മെച്ചങ്ങളും. അത് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരും, തുടർന്ന് വരുന്ന ഭാഗത്ത് വരും. അപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമുക്കതിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ പറയാം, ഉടനെ തന്നെ നമ്മൾ വരും. നമുക്ക് മുന്നോട്ട് പോയിട്ട് പറയാം. ചോദിച്ചോ കേട്ടോ. അത് നമുക്കുള്ളതാണോ? നമുക്കൊരു ഇച്ചിരി കൂടെ ഒരു 5-8 മിനിറ്റ് കൂടെ അങ്ങ് പോയിട്ട് പോവാം. അയ്യോ, എന്ത് ചോദിക്കാനുള്ളത് ചോദിക്കാവോ? ദൈവവചനത്തിലേക്ക് യാക്കോബായക്കാരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബായക്കാരുടെ പ്രസ്ഥാനം ഉണ്ടായത് ഈ 16-ാം നൂറ്റാണ്ടിലാണല്ലോ.
ഇത് ബൈബിൾ എഴുതപ്പെട്ടത് 1-ാം നൂറ്റാണ്ടില്ല, ഒരു 16 നൂറ്റാണ്ട് മുമ്പിലത്തെ കാര്യമായതുകൊണ്ട് ബൈബിളിൽ നമുക്ക് അത് പറയുന്നുണ്ട്. അവിടുത്തെ കുറിച്ച് ഞാൻ പറയാം. അത് തീത്തോസിനുള്ള ലേഖനത്തിലും മെത്രാനച്ചനെ കുറിച്ച് പറയുന്നതാണ്. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ലതായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് തീത്തോസിനുള്ള ലേഖനത്തിൽ. അതുകൊണ്ട് എല്ലാ മെത്രാനച്ചന്മാരും അതുകൊണ്ട് ഒരു ഭാര്യ ഉണ്ടാവണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് 2 അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തെക്കുറിച്ചും കൂടി ഞാൻ പറയാം. ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഉള്ളൂ, സമയം കിട്ടുകയാണെങ്കിൽ അത് ഞാൻ പറയാം. അന്നത്തെ കാലത്ത് ഈ വിജാതീയരും യഹൂദരും ഒക്കെ ആണല്ലോ നമ്മുടെ കൂട്ടായ്മയിലോട്ട് വന്നത്. നയിക്കാനായിട്ട് അന്ന് കെൽപ്പുണ്ടായിരുന്നത് ഈ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരായിരുന്നു. അവരാ അന്ന് സഭയിലുള്ളത്. അപ്പം അങ്ങനെയുള്ള നല്ല ഒരാളെ, കുടുംബജീവിതം നയിക്കുന്ന ഒരാളെ അന്ന് സഭയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അവരെ വിളിക്കുന്ന പേര് പ്രസ്ബിറ്ററോസ് എന്നാണ്, എൽഡേഴ്സ്, സഭയിലെ അത്തരത്തിലുള്ള നേതാക്കന്മാർ. അത് ഞാൻ പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ തീത്തോസിൻ്റെ ലേഖനം പഠിപ്പിക്കുന്ന സമയത്ത് ഒന്ന് പറയാം. ഡീക്കൻസ് ഉണ്ട്, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഡീക്കൻസ് കല്യാണം കഴിക്കാം, ഡീക്കൻസിന് കഴിക്കാം. അങ്ങനെ കല്യാണം കഴിച്ചവരെ ഡീക്കൻസ് ആക്കുന്നുമുണ്ട്. അതിന് വ്യത്യാസമൊന്നുമില്ല. ആശീർവാദം ഞാനും തന്നാലും അവർ തന്നാലും തമ്പുരാനാണല്ലോ ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ ഗുണം കൊണ്ടല്ല, സത്യത്തിൽ അത് തമ്പുരാൻ്റെ ഗുണം. അച്ഛനൊരു ഉപകരണം മാത്രമേ ഉള്ളൂ, അച്ഛൻ്റെ മെച്ചമല്ല. ധ്യാനഗുരുവിൻ്റെ സൗഖ്യം കിട്ടുന്നത് ധ്യാനഗുരുവിൻ്റെ മെച്ചം കൊണ്ടല്ല. തമ്പുരാൻ ആ ധ്യാനഗുരുവിലൂടെ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ശരിയായിരിക്കും നന്മയും ധ്യാനവും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ ജീവിച്ചത് കൊണ്ട് അദ്ദേഹത്തിലൂടെ വന്നു എന്ന് മാത്രമല്ല, തമ്പുരാനാണല്ലോ നൽകുന്നത്. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ കത്തോലിക്ക അച്ഛൻ തന്നാലാണ് ഇച്ചിരി കൂടുതൽ, മറ്റേ അച്ഛൻ തന്നാൽ ഇച്ചിരി കുറേ, അങ്ങനെയൊന്നുമില്ല. തമ്പുരാൻ അനുഗ്രഹം തരുന്നു എന്ന് മാത്രമേ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അവരങ്ങനെ അവരുടെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ശൈലിയും മതാത്മക ശൈലിയും അങ്ങനെയുള്ളതായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിലും ഉണ്ടല്ലോ, കത്തോലിക്ക സഭയിലെ വിവാഹിതരായിരിക്കുന്ന സഭാസമൂഹങ്ങളുണ്ട്. നമുക്കാണെങ്കിലും പണ്ട് ഉണ്ടായിരുന്നു. ഇത് പിന്നീടാണ് നമ്മൾ മാറി. ഞാൻ പിന്നീട് ഉടനെ തന്നെ പറയാം അതുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് അശുദ്ധരാകുമായിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പറഞ്ഞതിൻ്റെ അവസാന ഭാഗം. ഇനി അടുത്തത്, ഇവർ തമ്മിൽ വേറെ പിരിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. ഇവർ തമ്മിൽ വേറെ പിരിയണം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതായത് പോളും ശാന്തമ്മയും കൂടെ കുറച്ച് കഴിഞ്ഞു 5 വർഷം ഒരുമിച്ച് ജീവിച്ചു, അടിച്ചു വിരിഞ്ഞു. അപ്പം എന്നാ കാണിക്കും? അന്നേരം എന്തോ മക്കളുണ്ട്, എന്നാ കാണിക്കും? പൗലോസ്ലീഹ പറയും, ഇവര് തമ്മിൽ വേർപിരിയാനായിട്ട് പോള് ചേട്ടൻ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പാടില്ല. പോള് ഒരിക്കലും പറയരുത് ഡൈവോഴ്സ് എന്ന്. ശാന്തമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം, പിരിഞ്ഞു പോകാം, അന്നേരം ഇദ്ദേഹം സമ്മതിച്ചാൽ മതി. അല്ലാതെ ഇന്ന് തുടങ്ങി നിന്റെ കൂട്ടത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് പോളിയേട്ടൻ പറയാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന, വിവാഹത്തിനെ പവിത്രതയോടെ കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയൊക്കെ എടുത്ത് കൂതാശാപരമായിട്ട് നടന്നില്ല എങ്കിലും ഈ പങ്കാളിയെ സ്വീകരിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തയാൾ ക്രിസ്തീയ ചൈതന്യത്തിൽ തന്നെ നിൽക്കണം. അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുക്കാൻ പാടില്ല. സിസിലിയും പ്രഭാകരനും വേണമെങ്കിൽ പോകാം, അദ്ദേഹം പറയാം. അപ്പം സിസിലി അതിനാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും വേറെ പിരിഞ്ഞു പോകും. സിസിലിക്ക് പിന്നീട് വേറൊരു പോളിനെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസിലിക്ക് ആ പോളിനെ കല്യാണം കഴിക്കാം. ഇവർ രണ്ടുപേരും അടിച്ചു വിരിഞ്ഞു. സിസിലിക്ക് പോളിനെ കല്യാണം കഴിക്കാം, ശാന്തമയും പ്രഭാകരനും അത് അവരവരുടെ വഴി ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. സിസിലിക്ക് വേറെ കഴിക്കാം. പിന്നെ സിസിലിക്ക് നല്ല ചുള്ളനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മാമോദിസ മുങ്ങിയിരിക്കണം. ഏതാണ്ടൊക്കെ ഒന്ന് അത് നമ്മൾ അവരെ ഒരുക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് പോയി ഇന്ന് തന്നെ വെള്ളം ഒഴിച്ച് പിതാവിന്റെ പുത്രനെ വിശുദ്ധാത്മാവിന്റെ സമ്മതിക്കുകയല്ല നമ്മള്. അതിന് വേണ്ട ഒരുക്കവും പാകതയും പക്വതയും ഒക്കെ വന്നിട്ട് നമ്മൾ അതിന് സമയം എടുക്കും സാധാരണഗതിയിൽ. ഞാൻ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞ പെൺകൊച്ചിന്റെ കാര്യം,
അവൾ 2-2.5 മാസക്കാലത്തോളം ഈ സിസ്റ്റേഴ്സിൻ്റെ പരിശീലനത്തിൽ വളരുകയും എല്ലാ ദിവസങ്ങളിലും സാധിക്കുന്നത് പോലെ പള്ളിയിൽ പോവുകയും കുർബാനയൊന്നും സ്വീകരിക്കത്തില്ല, കുർബാനയ്ക്ക് താഴെ നിൽക്കും ഈ കൊച്ച്. എല്ലാ ദിവസവും ഈ പുസ്തകമൊക്കെ എടുത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ സിസ്റ്റേഴ്സ് സഹായിച്ചു ആ പെൺകൊച്ചിനെ ഇത് പേജുകൾ മറിച്ചു കൊടുക്കാനും ഒക്കെ. വലിയ സന്തോഷമായിരുന്നു ആ കൊച്ചിനെ. അതിനുശേഷം അവിടുത്തെ അച്ഛനെ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു, കുമ്പസാരിപ്പിക്കാൻ ഒരുക്കി. ഞാൻ എപ്പോഴും ആ കൊച്ചു പറയും, പക്ഷെ വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരുക്കി, അങ്ങനെ വരുന്ന നല്ല കേസുകൾ നമുക്കുണ്ട്. എന്തോ തീർച്ചയായിട്ടും അതിൻ്റെതായ ഇതൊരു പാസ്റ്ററൽ കെയറിൻ്റെ ഭാഗം കൂടെയാണ്. അതിനങ്ങനെ ചെയ്യണം. പിന്നെ നമുക്കൊരാളെ ആരെയും നിർബന്ധിച്ച് ഇത് മാമോദിസ കൊടുക്കാനും പറ്റുകയില്ലല്ലോ. അവരുടെ പൂർണ്ണമായ സമ്മതം അവർ എഴുതി തരണം കൃത്യമായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ് അത്. നമ്മൾ നിർബന്ധിച്ച് എഴുതി കൊടുത്താൽ അവർ കൃത്യമായിട്ട് പറയും, എൻ്റെ പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടെയാണ് ഇന്ന സമുദായത്തിലെ ഇന്ന അംഗമായിരുന്ന ഞാൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നതും മാമോദിസ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നതെന്ന് കൃത്യമായിട്ട് അവർ എഴുതി ഒപ്പിടണം. സാക്ഷികളും കൂടെ ഒപ്പിടണം. എങ്കിലേ അത് അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും. എന്നെ നിർബന്ധിച്ചു ഇത് ചെയ്താലേ ഇത് നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പണിയായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് അത് അവരുടെ കയ്യിൽ നിന്നും അങ്ങനെ എഴുതി വാങ്ങിച്ച് പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും സമ്മതത്തോടും കൂടെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അത് വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും. അതായത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വന്നാൽ ഇവർക്ക് നിയമപരമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ബലത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അച്ഛന്മാർ ചിലപ്പോൾ പറയും നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന്. ചുരുക്കമായിട്ടെങ്കിലും അങ്ങനെ പറയുന്ന ചിലപ്പോൾ ചില വീട്ടുകാർ ചിലപ്പോൾ എതിർപ്പുകൾ കാണിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യും അത്. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് വന്നാൽ പോലും ഈ സിവിലി അക്സെപ്റ്റഡ് ആയിരിക്കുന്ന പേപ്പർ അവർ കൊടുക്കും. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള സാക്ഷികളെ വെച്ച് തന്നെ ഒപ്പുപിടിപ്പിക്കും അത്. എന്തോ പക്ഷേ നമുക്ക് അദ്ദേഹത്തിന് അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പട്ടം കൊടുക്കുന്നതേ നമ്മൾ മാമോദീസ സ്വീകരിച്ച മാമോദീസായിലെ വരം എന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പട്ടത്തിൻ്റെ കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഭിഷേകത്തിൻ്റെ മുദ്രയാണ്. നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുദ്ര അങ്ങനെ നിൽക്കുന്നു. പട്ടം സ്വീകരിച്ചു എന്നുള്ള മുദ്ര അതിൽ തന്നെ നിൽക്കുവാണല്ലോ. അഭിഷേകമല്ല ഉദ്ദേശിക്കുന്നത്, ആ പട്ടത്തിൻ്റെ മുദ്ര നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണല്ലോ ഇപ്പോൾ വേറെ പരിപാടിക്ക് പോയത്. അഭിഷേകം ഉണ്ടായിരുന്ന ഈ പരിപാടി ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട, അഭിഷേകത്തിൻ്റെ കാര്യം പിന്നെ പേടിക്കുകയേ വേണ്ട. ആ മുദ്രയാണ് നിൽക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ. സാറെന്തായിരുന്നു ചോദിച്ചു വന്നേ? തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ വാങ്ങിക്കും. അങ്ങനെ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മളത് റെക്കോർഡിൽ സൂക്ഷിക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ എല്ലാ പള്ളികളിലും അതിനു വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ഉണ്ട്. ആ റെക്കോർഡ് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുമുണ്ട്. പണ്ട് നമുക്ക് അത്രയും പ്രയാസമില്ലായിരുന്നു. ഇപ്പോൾ അത് വളരെ ശക്തമായിട്ട് പ്രയാസമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യം അക്കാര്യത്തിൽ ചിലപ്പോൾ ചിലർ ഓർക്കും ഇത് എന്തിനാ ഇത്രയൊക്കെ, നിങ്ങൾ എന്തുമാത്രം നിയമാവലികളും ഒക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കല്യാണം കഴിച്ച് കത്തോലിക്കരാണ്. കുട്ടികളുണ്ട്. ആശ്വസിപ്പിക്കാനാണോ? അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പാസ്റ്ററൽ കെയർ കൊടുക്കുക എന്ന് പറയും. ഈ പാസ്റ്ററൽ കെയർ കൊടുക്കേണ്ടത് പലരാണ്. ഒന്നാമതായിട്ട് പള്ളിയുടെ ഭാഗത്തു നിന്നും നല്ല ഒരു ഇടവകയിലെ വികാരിയച്ഛൻ എന്നുള്ള നിലയിൽ അച്ഛൻ ഇവരുടെ അടുത്ത് പോവുകയും അവരെ കേൾക്കുകയും ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താനായിട്ട് ഇടവകയിലെ സിസ്റ്റേഴ്സിനോട് പറയുകയും ഇദ്ദേഹത്തെ ഏറെ കേൾക്കുകയും ഒക്കെ ചെയ്ത് ആശ്വസിപ്പിക്കും. 1. 2, ഈ വ്യക്തിയുടെ ഈ ചേട്ടൻ്റെ
കുടുംബാംഗങ്ങളുമായിട്ട് അച്ഛൻ സംസാരിക്കുകയും ബന്ധുക്കളോട് സംസാരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറയും. മോറൽ സപ്പോർട്ട് മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടും അദ്ദേഹത്തിന് മാനസികമായിട്ടുമുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ ഒരുക്കും. ഒപ്പം തന്നെ ഈ അമ്മ പോയതുകൊണ്ട് മക്കൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് അവരുടെ മാനസികാവസ്ഥ വേറെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ഇവരോട് സംസാരിച്ച് ഇവർക്ക് എപ്പോഴും അക്കമ്പനിമെൻറ്റ് കൊടുക്കണമെന്ന് പറയും. അല്ലെങ്കിൽ ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അമ്മ പോയി അങ്ങനെ ഡിപ്രഷനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ വരാതിരിക്കാനുള്ള ശ്രദ്ധകൾ, ഇതെല്ലാം പാസ്റ്ററൽ ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ പറയുന്നുള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷൻ വരാതിരിക്കാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏതാനും സ്റ്റെപ്പുകളുണ്ട്. സിസ്റ്റേഴ്സിനോട് പ്രത്യേകം പറയും ഇവരെ ഇടയ്ക്കിടയ്ക്ക് കാണണം, കേൾക്കണം, മിണ്ടണം. ഒപ്പം തന്നെ ബന്ധുക്കളായ കുറേ പേരെ നമ്മൾ വിളിച്ച് അവരോട് ഇത് ഏൽപ്പിക്കും. ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരായിരിക്കുന്ന, സ്ഥിരം അവരുടെ കൂടെ സ്കൂളിൽ പോകുന്ന, സ്കൂൾ ബസ്സിന് പോകുന്ന, അവരുടെ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാർ, കുട്ടികളോടും നമ്മൾ പറയും അവർക്ക് ചില ദുഃഖമുണ്ട്, നിങ്ങൾ അവരെ കേൾക്കണം, എപ്പോഴും അക്കമ്പനിമെൻറ്റ് കൊടുക്കണം. അപ്പം അങ്ങനെ അത് നമ്മൾ പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞ് ഈ പിള്ളേരെ നമ്മൾ ഫാമിലി കൗൺസിലിങ്ങിനും കൊണ്ടുപോകും. അതാണ് സൈക്കോളജിക്കലി നമ്മൾ ചെയ്യുന്ന, പാസ്റ്ററിൽ ചെയ്യുന്നത്, സ്പിരിച്വലി ചെയ്യുന്നത് കൂടാതെ ഇവരെ ഫാമിലി കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ നല്ല അൽമായയിലെ നല്ല അറിവുള്ളവരും ഇക്കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഈ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിൽ ഉള്ള കൗൺസിലിംഗ് കൊടുക്കും. അത് ആദ്യം എല്ലാ ആഴ്ചകളിലും തന്നെ കൊടുക്കും, പിന്നീട് മാസത്തിലൊന്ന്. അങ്ങനെയുള്ള ഒരു ക്രമീകൃതമായിട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ അവർക്ക് പക്വതയോടുകൂടി അംഗീകരിക്കാൻ പറ്റത്തക്ക രീതിയിൽ ഉള്ള നാൾ വരെ ഈ അക്കമ്പനിമെൻറ്റ് കൊടുക്കും. പിന്നീട് അച്ഛന്മാർ പൊതുവെ പറയാറുണ്ട്, കുറച്ച് നാൾ കൊണ്ട് മാത്രം തീർത്താൽ പോരാ, അങ്ങനെയുള്ളവർക്ക് ഈ മനസ്സിൽ വലിയ മുറിവുണ്ടാവും. കാരണം നല്ല ഭർത്താവായിരുന്നു, നല്ല മക്കളുമായിരുന്നു, അവർക്ക് വലിയൊരു മുറിവുണ്ടാവും. അവരുടെ മുറിവ് ഹീല് ചെയ്യപ്പെടുന്ന നാൾ വരെ ഈ പാസ്റ്ററൽ കെയർ കൊടുക്കണം എന്ന് പറയും. എന്തോ ആ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് പറ്റുകയില്ല. കാരണം ഇവരുടെ വാലിഡായിട്ടുള്ള മാരേജ് നിൽക്കുവാണല്ലോ. അപ്പോൾ അതിനുശേഷം ഇവർ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാവുന്ന പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റുകയില്ല. അതുമല്ല ഇതിൻ്റെ മാർഗം. ചിലപ്പോൾ ഒരുപക്ഷെ അവളോട് സംസാരിക്കാനായിട്ടുള്ള ഇടവേളയൊക്കെ ഉണ്ടായെങ്കിൽ തിരികെ വരുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവരെ റിക്കൺസൈൽ ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം വേറൊരു ഭാഗത്ത് നടത്തും. അത് മറ്റൊരു വശം. പിന്നെ ഈ കല്യാണത്തെ നമുക്ക് അങ്ങനെ അസാധുവാക്കാനും പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വഴികൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ചാണ് നമ്മൾ പിന്നീട്, അതിൻ്റെ ഒരുപാട് ഡെലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ഉണ്ട്. അതിന് ഒരുപാട് പേരെ കേൾക്കേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്, സാക്ഷികളെല്ലാം വിസ്തരിച്ച് പോയ ശേഷമേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഡൈവോഴ്സ് സിവിലി അവർക്ക് ഡൈവോഴ്സ് ചെയ്യാം. കാരണം ഇന്ന കാരണത്താൽ അവൾ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സിവിൽ കേസിൽ അവർക്ക് സെക്കുലർ കോടതിയിലെ അനുവാദം കിട്ടും, ഡൈവോഴ്സ് കിട്ടും. അതിനും അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. മ്യൂച്വൽ ഡൈവോഴ്സ് ഉണ്ട്. അല്ലാത്ത മിക്കവാറും അവൾ അങ്ങനെ പോയെങ്കിൽ മ്യൂച്വൽ ഡൈവോഴ്സിന് അനുവദിക്കാറുണ്ട്. അത് ചോദിക്കും, അവർ തമ്മിൽ ചോദിക്കും മ്യൂച്വൽ ഡൈവോഴ്സ് പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ മ്യൂച്വൽ ഡൈവോഴ്സ് ആണെങ്കിൽ അനുവദിക്കും. അല്ലാത്ത പക്ഷം അനുവാദം കിട്ടാനും വലിയ പ്രയാസമാണ്, ഒരു പങ്കാളി അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. സഭയിൽ വേറൊരു പ്രോസസ്സാണല്ലോ നമുക്ക് നടത്തുന്നത്. സിവിലിൽ അനുവാദം കിട്ടിയാൽ നമ്മൾ അനുവദിക്കുകയില്ല. കാരണം സഭാപരമായിട്ട് നമുക്ക് ആ വിവാഹം നടത്താനായിട്ട് പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ പോയിട്ട് എവിടെയെങ്കിലും രജിസ്റ്റർ ഒക്കെ ചെയ്യാം. നമ്മൾ ആ സഭയ്ക്ക് നമ്മൾ നോക്കുന്നത് ഇതാണ്, ഈ വിവാഹത്തിൻ്റെ അപ്പം അങ്ങനെ ഇട്ടിട്ട് പോയി, അവൾ ഇട്ടിട്ട് പോകാനുള്ള കാരണം എന്താണ്, നേരത്തെ തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ, അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഗ്രൗണ്ടുകൾ ഏതാണെന്ന് നോക്കും. ഗ്രൗണ്ടുകൾ നോക്കുക എന്ന് പറയുന്നത് എന്ത് കാരണത്താലാണ് നമുക്ക് ഈ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ സാധുവല്ലാത്ത അവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റുന്നത് എന്ന് നോക്കി പഠിച്ച് ഇവരെ പല പ്രാവശ്യം കേട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഒറ്റയടിക്കൊന്നും പറ്റുകയില്ല. സഭ സാധാരണ ഇടപെടാറില്ല. നമ്മൾ ഒരിക്കൽ പോലും സിവിൽ കിട്ടിയ ശേഷമായിരിക്കും മിക്കവാറും നമ്മളിവിടെ പ്രോസസ്സ് തുടങ്ങുകയുമുള്ളൂ. നമ്മളൊരിക്കലും ആദ്യം തുടങ്ങുകയില്ല. അതുകൊണ്ട് സഭ ഇച്ചിരി പുറകില്ല കാര്യത്തിൽ. അത് നല്ലതുമാണ്. കാരണം നമുക്ക് ഓൾ ഓൺ സഡന് പെട്ടെന്നൊരു കാര്യത്തെക്കുറിച്ച് ചെയ്യേണ്ടതില്ല. സിവിലായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ അതിൻ്റെ ക്രമത്തിൽ നടന്ന ശേഷം നമ്മൾ സാധാരണഗതിയിൽ പറയും, സിവിൽ ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ഇവർ കൊണ്ട് തരണം നമുക്ക്. അതിനുശേഷമാണ് നമ്മളതിൻ്റെ പ്രോസസ്സ്. അവരതിനിടയ്ക്ക് കേട്ടൊക്കെ തുടങ്ങും. നമ്മൾ കൗൺസിലിങ്ങും ഫാമിലി കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ഏതായാലും പൗലോസ്ലീഹയുടെ വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം കൊള്ളായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമുക്ക് ഏകദേശം ഏതാണ്ടൊക്കെ ഒന്ന് ആയല്ലോ അല്ലേ?
എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അറിയാവുന്നതൊക്കെയാണ് ഞാൻ പങ്കുവെച്ചത് അതുമായിട്ട്. കാരണം ബാക്കി നിയമപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ആ അതൊക്കെ ഇതിൻ്റെ 7:16 അപ്പം നമ്മൾ പറഞ്ഞു ഇവർക്ക് പിരിയാം. ഈ ഒരു കാര്യത്തിൽ അവർക്ക് പിരിയാം. എന്തുകൊണ്ടാ അവർക്ക് പിരിയാമെന്ന് നമ്മൾ അനുവാദം കൊടുത്തു? എന്തുകൊണ്ടാ? കുദാശാപരമായിട്ട് ഈ വിവാഹം സാധുവല്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ പറ്റുകയില്ലായിരുന്നു. നമ്മൾ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്കെല്ലാം പ്രാർത്ഥനാശംസകൾ നന്നായിട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടതേ ഉള്ളൂ. അത് ചേർന്നില്ല, അതുകൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. അത് നമ്മുടെ പങ്കാളി അതെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുമോ? പുള്ളി എടുക്കാനും പാടില്ല ഇനീഷ്യേറ്റീവ്. മറ്റേ പങ്കാളി, അതായത് നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ പങ്കാളി ആദ്യം ഇനീഷ്യേറ്റീവ് എടുത്തത് എനിക്ക് അവനോട് കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ ജീവിക്കാമെന്നാണ് പറഞ്ഞത്. മറ്റേ പങ്കാളി പറയുക എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകാം. എന്തോ അതിന് താലി കിട്ടും. അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. ഈ പെൺകുട്ടിയുടെ നടന്നപ്പം അത് ഞാൻ മുഴുവൻ ഇംഗ്ലീഷിലാണ് നടത്തിയത്. കാരണം അവരെല്ലാം നോൺ മലയാളീസ് ആണല്ലോ. അവരുടെ വീട്ടുകാരെ ഏതാനും പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യങ്ങളെല്ലാം ചോദിക്കണം. അതിന് ഒരു ഫോർമാറ്റ് നമുക്കുണ്ട്. ഇംഗ്ലീഷും മലയാളവും ടെക്സ്റ്റുകൾ നമുക്കുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഈ വിവാഹിതരുടെയും അവിവാഹിതരുടെയും മെച്ചത്തെക്കുറിച്ചുകൂടെ ഒരു വാക്ക് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ വചനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനത്തിന്റെ പകുതിയിൽ തുടങ്ങാം. 7-ാമത്തെ അധ്യായത്തിന്റെ 32-ന്റെ പകുതിയിൽ കല്യാണം കഴിച്ചവരുടെ മെച്ചവും കല്യാണം കഴിക്കാത്ത അവരുടെ മെച്ചവും തമ്മിൽ. തൽപരനാകുന്നു. അത്രയും കാര്യം മതി. കല്യാണം കഴിക്കാത്ത ഒരാളുടെ ചിന്ത കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്താം. കല്യാണം കഴിച്ചയാളുടെ ചിന്ത, ചേട്ടൻ്റെ ചിന്ത ചേച്ചിയെ എങ്ങനെ പ്രീതിപ്പെടുത്താം, ചേച്ചിയുടെ ചിന്ത ചേട്ടനെ എങ്ങനെ പ്രീതിപ്പെടുത്താം. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം ഞാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുമ്പം കല്യാണം കഴിച്ച അച്ഛന്മാരും ഉണ്ടല്ലോ. അപ്പം അച്ഛന്മാർ പറയും, എൻ്റെ അച്ഛാ, ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട് അവരുടെ താല്പര്യം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കഷ്ടപ്പാട് അച്ഛനറിയാവോ? ഒരു വശത്ത് ഞങ്ങൾക്ക് കർത്താവിൻ്റെ താല്പര്യം നോക്കണം, ഇപ്പുറത്തെ വശത്ത് കൊച്ചമ്മയുടെ താല്പര്യം നോക്കണം. വലിയ കഷ്ടപ്പാടാ അച്ഛാന്ന്. അപ്പം തീർച്ചയായിട്ടും കുടുംബജീവിതം നയിക്കുന്നവർ അവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും തമ്പുരാനോടുള്ള ആശ്രയം വേണ്ടെന്നില്ല, അതിൽ തൽപരരായിരിക്കണം തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞത് പങ്കാളിയുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഏറെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛന്മാർ, അതായത് കല്യാണം കഴിച്ച ഓർത്തഡോക്സിലെ യാക്കോബയിലെ അച്ഛന്മാർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ തമാശനായിട്ട് പറയും, എന്നാലും എൻ്റെ അച്ഛ എന്തോ ഒരു കഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ ആ ഭാരമേ ഉള്ളൂ, അച്ഛനാണെങ്കിൽ കൊച്ചമ്മയുടെ കാര്യം കൂടെ നോക്കണം. അന്നേരം അവർ പറയും, എൻ്റെ അച്ഛൻ വലിയ പാടാണ്. നമുക്ക് ചിലപ്പോൾ പാവങ്ങളെ കേട്ടോ, ചിലപ്പോൾ നമുക്ക് തമാശ വന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴായിരിക്കും ഈ അച്ഛൻ, ഇവരൊക്കെ ഞങ്ങളവിടെ പഠിക്കാൻ വരുന്നവരെല്ലാം ചെറുപ്പക്കാരാണല്ലോ. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരച്ഛൻ വന്ന് പറയും, അച്ഛാ ഞാൻ കാലത്തെ കൊച്ചമ്മ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്, കോളേജിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോകുന്നതാണ്, കുറേ നേരം കൂടെ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്നു. കാരണം ഒരു കുഞ്ഞു കൊച്ചാ ഒന്ന്, അപ്പോഴേക്കും ആയിരിക്കും വേലക്കാരിയെ ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ പോരുന്നതൊക്കെ. കാരണം അവർക്ക് വലിയ പ്രയാസമാണല്ലോ. അന്നേരം ആയിരിക്കും കൊച്ചിന് പനിയോ ജലദോഷമോ, അച്ഛാ ഈ പീരീഡ് ഞാൻ കട്ട് ചെയ്തോട്ടെ, കൊച്ചിനെയും കൊണ്ട് അവിടെ ക്ലിനിക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. ഞാൻ പറഞ്ഞു, അയ്യോ പോക്കൂ, ഭർത്താവിൻ്റെ കാര്യം നമുക്ക് ശരിയാക്കാൻ, ഈ കാര്യം ശരിയാക്കിയിട്ട് വേണമല്ലോ ഇത് ശരിയാക്കാൻ. അതൊക്കെ അതിൻ്റെ ഒരു രസകരമായ സംഗതികൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നിരിക്കുന്നത് ഇതാണ്, അവിവാഹിതരെ കർത്താവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവർ, അവർ ചെയ്യുകയും വേണം. ഇതിപ്പോൾ കർത്താവിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അതും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ പോവുകയാണ്. അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രത്യേകിച്ച് അച്ഛന്മാരെ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയും കർത്താവിൻ്റെ കാര്യത്തിൽ വ്യാപൃതരാകേണ്ടവരാണ്.
മറ്റുള്ളവർ തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ കാര്യത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞ ദാമ്പത്യ ധർമ്മവും ഉത്തരവാദിത്തങ്ങളും എല്ലാം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകേണ്ടവരുമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപയോടുകൂടെ. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇപ്പോഴത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് തിരിച്ച് ഇന്നെങ്ങനെയാണ് സാധാരണഗതിയിൽ എങ്ങനെയാണ്? ഇതോടുകൂടി അവസാനിക്കുകയാണോ അതോ കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ടോ? ആ ഓക്കെ, ഒരു നമുക്കൊരു അരമണിക്കൂറോടെ വേണമെങ്കിൽ വന്ന് സംസാരിക്കാം. ആ എന്തോ അല്ലെങ്കിൽ ഞാനിത് കൊണ്ട് വന്ന് കാണാൻ നമുക്ക് വേണമെങ്കിൽ പൗലോസ്ലിഹായുടെ സിനിമയുടെ കുറച്ച് ഭാഗം ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വരാം, ഇടാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പടങ്ങൾ അങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളവർ പിന്നെ നാളെ 1 മണിക്ക് പൗലോസ്ലിഹായി നമ്മൾ തൽക്കാലത്തേക്ക് അങ്ങ് ഒതുക്കും. പുള്ളി ഒതുക്കാൻ പ്രയാസമാ, എന്നാലും നമ്മൾ അതെ അതെ ഉച്ചയ്ക്ക് നമ്മൾ മരിപ്പിച്ച് അത് ഉച്ചയ്ക്ക് സക്സസ്ഫുൾ ആയിട്ട് നടന്നു എന്നുള്ളതാണ്. ആ നിങ്ങൾ സഹകരിച്ചുകൊണ്ടാ കുറച്ച് ഭാഗം വായിച്ചോളാം എന്ന് പറഞ്ഞല്ലോ. അതെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടവേളയ്ക്ക് പിരിയാം. തിരിച്ച് നമുക്ക് വരാം. ഞാനിവിടെ ഈ പൗലോസിൻ്റെ സിനിമയുടെ ഈ മാറ്റത്തിൻ്റെതായിട്ടുള്ള സിനിമയുടെ ഭാഗങ്ങൾ ഇടാൻ വേണമെങ്കിൽ നമുക്ക് കാണാം, താല്പര്യമുള്ളവർക്ക് കേട്ടോ. നാളെ നമുക്ക് കാലത്തെ കുർബാന ഇന്നത്തെ തന്നെയാണോ? എങ്ങനെയാണ് നാളത്തെ ടൈം ടേബിള്? ആ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ആ ഓക്കെ, സാധാരണ ഇവിടെ ചെയ്യുന്ന രീതിയിൽ